സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പി സി ടി എയുടെ സൈക്കോളജി അവർ കോഫി ടോക്ക് വിത്ത് പി സി ടി എയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മനോഹരമായൊരു സെഷനാണ്. ഇന്നത്തെ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഷാജി സാറാണ്. ഇന്ന് പി സി ടി എയുടെ എല്ലാ വിശേഷ അംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മനോഹർലാൽ സാർ, അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് സാർ, മറ്റ് ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അംഗങ്ങൾ, എല്ലാവരെയും സാദരം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ട്രെയിനറെ പരിചയപ്പെടുത്താൻ പി സി ടി എയുടെ സ്റ്റേറ്റ് ട്രഷറർ അബ്ദുൽ ലത്തീഫ് സാറിനെ പേരിലേക്ക് ക്ഷണിക്കുകയാണ്. അബ്ദുൽ ലത്തീഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ്. എന്തായാലും ഇന്നത്തെ ഒരു സെഷന് അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സെഷനാണെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ നമ്മുടെ ഫാക്കൽറ്റി കൂടിയായിട്ടുള്ള, എക്സ്പെഷ്യലി നമ്മുടെ മലപ്പുറം ജില്ലയുടെ വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി അവകാശപ്പെടാൻ നമുക്കൊക്കെ അത് അർഹമായ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതേപോലെ തന്നെ പി സി ടി എ മലപ്പുറം ജില്ലാ ട്രഷററും കൂടിയായിട്ടുള്ള നമ്മുടെ ഷാജി സാർ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് വാക്കുകളിലൂടെ മാത്രം പരിചയപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർമ്മമണ്ഡലങ്ങളിൽ ഇത്രയും പ്രശസ്തനാണ് അദ്ദേഹം. കാരണം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ അദ്ദേഹത്തിന്റെ സ്പേസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്കൂളിൽ മാത്രമല്ല ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടും നല്ലൊരു അധ്യാപകനായിട്ടും നല്ലൊരു മോട്ടിവേറ്ററായിട്ടും ഒക്കെ അദ്ദേഹത്തെ ജീവിതം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്കറിയാം. ഞാനും സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഒരു ദിവസം പോലും അവധി ദിവസങ്ങൾ അദ്ദേഹം വീട്ടിലിരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എക്സാം ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അദ്ദേഹത്താൽ ആവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് എന്നുള്ളത്. അത് എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അധ്യാപകർക്ക് മാത്രമല്ല, ട്രെയിനേഴ്സിന് മാത്രമല്ല, കൗൺസിലേഴ്സിന് മാത്രമല്ല, എല്ലാ സാധാരണക്കാർക്കും വേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ ഒരു പരീക്ഷാ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അത് വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നു എന്ന് മാത്രം. എനിവേ, ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്താൻ അവസരം ലഭിച്ചിട്ടുള്ള പി സി ടി എ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള സാബു സാറിനുമൊക്കെ ഞാൻ എൻ്റെ നന്ദിയും പ്രകാശിപ്പിക്കുകയാണ്. തുടർ ദിവസങ്ങളിലും നമ്മുടെ ഈ ഓരോ സെഷനിലും നിങ്ങൾ കൃത്യമായി പങ്കെടുക്കണം. കാരണം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ നോളജ് അപ്ഡേഷൻസിന് വേണ്ടിയിട്ടാണ്. ഇത് കേവലം ഒരു ട്രെയിനിങ്ങോ ക്ലാസ്സുകളോ ആയി മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മുടെ നോളജിനെ, അല്ലെങ്കിൽ നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയായി കഴിഞ്ഞാലും ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മളെപ്പോഴും ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് പോകുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഞാൻ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം, നന്ദിയൊക്കെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടീം അംഗങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ നമുക്ക് കേൾക്കാനും ശ്രദ്ധിക്കാനും നോട്ട് ചെയ്യുവാനും ഒക്കെ സഹായകമാവട്ടെ. അതിൻ്റെ പരിപൂർണ റെസ്പോൺസിബിലിറ്റിയോടുകൂടി, ഉത്തരവാദിത്തത്തോടു കൂടി അവതരിപ്പിക്കാൻ ഷാജി സാറിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു. ഷാജി സാർ പറയൂ. ഓക്കെ. ബഹുമാനപ്പെട്ട മനോഹർ സാർ, സാബു സാർ, അതോടൊപ്പം തന്നെ അബ്ദുൽ ലത്തീഫ് സാർ, ഉഷാ മാം, മറ്റ് ബന്ധപ്പെട്ട പി സി ടി എ ബന്ധപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളെ ഇങ്ങനൊരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നേരിട്ട് ഇതിൻ്റെ സെഷനിലേക്ക് പോവുകയാണ്.
നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കഴിവുള്ള ഒരു വിഭാഗമാണ് മനുഷ്യർ. പണ്ട് കാലത്ത് ശാസ്ത്രം മനുഷ്യനോട് പറഞ്ഞു ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന്, ചില മേഖലയിലേക്ക് പോകരുത്. ഉദാഹരണത്തിന് അന്ന് ശാസ്ത്രം പറഞ്ഞിരുന്നത് നിങ്ങൾ എവറസ്റ്റ് കയറരുത്. അഥവാ കയറിയാൽ നിങ്ങൾ മരണത്തിലേക്ക് പോകും. കാരണം എവറസ്റ്റ് കയറുമ്പോൾ താങ്ങാനുള്ള ശേഷി നിങ്ങളുടെ ഹൃദയത്തിന് ഇല്ല, ശരീരത്തിന് ഇല്ല. അങ്ങനെ ഒരുപാട് കാലം ശാസ്ത്രത്തിന്റെ ആ വാക്ക് മനുഷ്യൻ വിശ്വസിച്ചു. പക്ഷെ മനുഷ്യന് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പറയുന്നത് അതിന്റെ നേരെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, അല്ലെ? പൊതുവെ മനുഷ്യൻ എങ്ങനെയാണ്? അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ എന്താ പോയാൽ? പ്രത്യേകിച്ച് നമ്മൾ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങോട്ട് നോക്കരുത്, ഉടനെ തന്നെ നമ്മൾ പറയും എന്താ നോക്കിയാൽ. ഇവിടെ തൊടരുത് എന്ന് പറഞ്ഞാൽ എന്താ തൊട്ടാൽ, അല്ലെ? ഇവിടെ കാർ പാർക്ക് ചെയ്യരുത്, ഇവിടെ വാഹനം പാർക്ക് ചെയ്യരുത്, നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ഏതായാലും മനുഷ്യൻ എന്ത് പറഞ്ഞാലും ശരി, എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം. 1953 വരെ ശാസ്ത്രം മനുഷ്യനെ പഠിപ്പിച്ചു എവറസ്റ്റ് കയറാൻ കഴിയില്ല എന്ന്. ഒരുപാട് ആളുകൾ പരിശ്രമിച്ചു. പക്ഷെ 1953 എഡ്മണ്ട് ഹിലാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 8848 മീറ്റർ പൊക്കമുള്ള എവറസ്റ്റ് കീഴടക്കി. ഒരുപാട് പ്രയാസങ്ങൾ അതിനുണ്ടായിരുന്നു. കേവലം ഒരു ദിവസത്തെ പ്രയത്നം കൊണ്ടുണ്ടായതല്ലത്. ഒരുപാട് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹത്തിന് എവറസ്റ്റ് കയറാൻ സാധിച്ചത്. അദ്ദേഹം എവറസ്റ്റ് കയറുന്നതിന്റെ തൊട്ട് തലേ വർഷം 1953 എവറസ്റ്റ് കയറുന്നതിന്റെ തൊട്ട് തലേ വർഷം 100 മീറ്റർ അകലെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. എഡ്മണ്ട് ഹിലാരിക്ക് 100 മീറ്റർ അകലെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. സങ്കടത്തോടു കൂടി അദ്ദേഹം തിരിച്ചു പോരുകയാണ്. എന്ന് പറഞ്ഞാൽ 1952 തിരിച്ചു പോന്നു. എവറസ്റ്റ് കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ തൊട്ട് 100 മീറ്റർ താഴെ ഭാഗത്ത് നിന്ന് അകലെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി. തിരിച്ചു പോന്ന് പ്രയാസപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനോഹരമായ എവറസ്റ്റിന്റെ ഒരു ഫോട്ടോ കണ്ടു. ആ എവറസ്റ്റിന്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് എഡ്മണ്ട് ഹിലാരി പറഞ്ഞത്രേ, എവറസ്റ്റ് നീ കേവലം ഒരു മലയാണ്, നീ കേവലം ഒരു മലയാണ്, നിനക്കിനി വളരാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഇനിയും ഒരുപാട് എനിക്ക് വളരാനുണ്ട്. ഐ വിൽ ഡിഫീറ്റ് യു. നിന്നെ ഞാൻ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. നീ കേവലം ഒരു മലയാണ്, നിനക്കിനി വളരാനില്ല, പക്ഷെ എനിക്കിനി ഒരുപാട് വളരാനുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എവറസ്റ്റ് കയറാനുള്ള ഒരു പ്രയത്നം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പല മഹാന്മാരും ലോകം കീഴടക്കിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കോൺഫിഡൻസ് തന്നെയായിരുന്നു. ആളുകളുടെയൊക്കെ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും. 1914 തോമസ് ആൽവ എഡിസൺ 1098 കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ 1914 അദ്ദേഹത്തിന്റെ പരീക്ഷണശാല കത്തി. നമ്മളൊക്കെ കേട്ട സംഗതിയാണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണശാല കത്തിയപ്പോ ഈ കത്തിയത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം. പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വിഷയങ്ങളൊന്നുമില്ല, സങ്കടമില്ല, പ്രയാസമില്ല, ഒന്നുമില്ല. അദ്ദേഹം അതിങ്ങനെ കത്തിയത് ഇങ്ങനെ കാണുകയാണ്. അത് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനുണ്ട് ചാൾസ്. മകൻ അച്ഛന്റെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, അച്ഛാ, നമ്മുടെ പരീക്ഷണശാലയല്ലേ ആ കത്തുന്നത്, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ എഡിസൺ മകനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ അമ്മയുടെ അടുത്ത് പോയി പറയുക, അമ്മയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ, ഇത് ഇപ്പോൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ, ഇനി ഇത് കാണാൻ കഴിയുകയില്ല. വളരെ രാഘവത്തോടു കൂടി മകനോട് പറയണം. ഉടനെ തന്നെ മകൻ വീണ്ടും പറയാണ്, എന്താണ് അച്ഛാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇത് ടെൻഷൻ അടിക്കേണ്ടതല്ലേ, പ്രശ്നങ്ങളല്ലേ? അപ്പോ തോമസ് ആൽവ എഡിസൺ പറയുകയാണ്, അതൊരു വിഷയമല്ല, അതൊരു പ്രശ്നമല്ല. ഇത്ര കാലം നമ്മൾ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം പരാജയമായിരുന്നു, അത് ആവശ്യമില്ലാത്തതായിരുന്നു, അത് കത്തിത്തീരട്ടെ, ഇത് നമുക്ക് പുതിയത് തുടങ്ങാം. എന്തൊരു കോൺഫിഡൻസ്! ഇത് പുതിയത് തുടങ്ങാം. വലിയ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ ചെറിയ പരാജയങ്ങൾ ഉറപ്പാണ് എന്നാണ് തോമസ് ആൽവ എഡിസൺ തന്റെ മകന് കൊടുത്ത ഉപദേശം.
വലിയ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. 700ഓളം, ഏകദേശം 700ഓളം പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ 700ഓളം പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, എഡിസ, നമുക്ക് ഇനി ഒന്ന് നിർത്തിക്കൂടെ ഈ പണി? 700 നടത്തിയപ്പോഴും പരാജയമാണ്. എഡിസ, ഇനിയെങ്കിലും ഈ പണി ഒന്ന് നിർത്തിക്കൂടെ? അപ്പൊ എഡിസൺ അവരോട് പറഞ്ഞു, 700 പരാജയപ്പെട്ടു. ആ ശ്രമങ്ങളൊക്കെ ആവശ്യമില്ലാത്തതായിരുന്നു. ആവശ്യമുള്ളതാണ് ഇനി അടുത്തത് വരാനുള്ളത്. അതുകൊണ്ട് ഫെയിലിയർ ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ഓഫ് സക്സസ്. വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ത് തന്നെയാണ്? പരാജയമാണ്. അതുകൊണ്ട് ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ വളരെ വലിയൊരു കോൺഫിഡൻസ് ആണ്, വളരെ വലിയൊരു കോൺഫിഡൻസ് ആണ്. ബെർണാഡ് ഷോ ഒരിക്കൽ പറയുകയുണ്ടായി, the main secret of success is really goes to believe in yourself. നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാണ് വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ രഹസ്യമെന്ന് ബെർണാഡ് ഷോ പറയുകയുണ്ടായി. കോൺഫിഡൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് ബിലീവ് യുവർ സെൽഫ്. നമുക്ക് മറ്റുള്ള ആളുകളെയൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, അല്ലെ? മറ്റുള്ളവന്റെ കഴിവുകൾ നമുക്കറിയാം, അവരുടെ കഴിവുകൾ നമ്മൾ പറയും, അവരുടെ കഴിവുകൾ നമ്മൾ പറയും, അവരെ കുറിച്ച് ഒരുപാട് പറയാൻ നമുക്കുണ്ട്. മറ്റൊരാളെ കുറിച്ച് പറയാൻ നമുക്ക് എത്രയാണ് എക്സാജറേറ്റ് ചെയ്ത് പറയാനും നമ്മൾ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച്, നമ്മളിൽ ഒരു വിശ്വാസത്തെ കുറിച്ച് പറയാൻ, ബിലീവ് യുവർ സെൽഫ്, നോ യുവർ സെൽഫ് ഈസ് ദ ബെസ്റ്റ് എബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് നോ യുവർ സെൽഫ്. നിങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നോ യുവർ സെൽഫ്, നോ യുവർ എബിലിറ്റി ആൻഡ് നോ യുവർ ഡിസബിലിറ്റി. നിങ്ങളുടെ കഴിവുകേടുകളും തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് തന്നെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് വിദ്യാർത്ഥികളിൽ, അധ്യാപകരിൽ, ട്രെയിനേഴ്സിന്റെ ഇടയിൽ, കൗൺസിലേഴ്സിന്റെ ഇടയിൽ, ബിസിനസ്സുകാരുടെ ഇടയിൽ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് ഉൾപ്പെടെ നിരവധി എക്സാമ്പിൾ, ഓരോ ദിവസവും നമ്മൾ നിരവധി എക്സാമ്പിളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നു. ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതിന്റെ പിന്നിൽ ഉള്ള കാരണത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ലാക്ക് ഓഫ് കോൺഫിഡൻസ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബിസിനസ്സുകാർ, നമ്മുടെ മേഖലകളിൽ ഒരുപാട് ആളുകൾ സൂയിസൈഡൊക്കെ കൂടി വരികയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ല സൂയിസൈഡ് ചെയ്യുന്നത്, വിദ്യാഭ്യാസം ഉള്ള ആളുകൾ. കഴിഞ്ഞ ദിവസം വരെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ചെറിയ പ്രശ്നം, ഒരു കാര്യം ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് വിദ്യാഭ്യാസം ഇല്ലാത്തവരിലല്ല, വിദ്യാഭ്യാസം ഉള്ളവരിലും ഇത് കൂടി വരുന്ന ഒരവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് ഈ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ഇത് വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണ്. ഇതിന്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരൽ അത്യാവശ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ പോയിന്റ് അല്ലെങ്കിൽ ആ ടോപ്പിക്കിന് ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്, എങ്ങനെ നമുക്ക് കോൺഫിഡൻസിനെ ഉത്തേജിപ്പിക്കാം, ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് കുറെ കാര്യങ്ങൾ. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. പെട്ടെന്നൊരു മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ലെവൽ 100% ഡെവലപ്പ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. പതുക്കെ പടിപടിയായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒരുപാട് എക്സാമ്പിളുകൾ, ഒരു ലിവിങ് എക്സാമ്പിളുകൾ തന്നെ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കോൺഫിഡൻസ് ലെവല് ഉയർത്തിയേ മതിയാവും. കോൺഫിഡൻസ് ലെവൽ ഉയർത്തിയാൽ മാത്രമാണ് നമുക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് പോകാൻ സാധിക്കുക. ലോകത്തെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു പദം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം സക്സസ് മാത്രമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാക്ക് അതാണ്. പരാജയപ്പെടുന്നവനും ഇഷ്ടം പരാജയമല്ല, വിജയമാണ്. അപ്പൊ അതുകൊണ്ട് സക്സസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബേസിസ് ഓഫ് സക്സസ് ഈസ് മെയിൻലി ഗോസ് ടു കോൺഫിഡൻസ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, ഫസ്റ്റ് വൺ, ഫേസ് പ്രോബ്ലം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്, കോൺഫിഡൻസ് ലെവൽ നമുക്ക് വർദ്ധിപ്പിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫേസ് പ്രോബ്ലം. എന്താ ഫേസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലോ അല്ലേ സാറേ? ഓക്കെ. അപ്പോ ഫേസ് പ്രോബ്ലം, നമ്മുടെ പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രശ്നം എല്ലാ നാട്ടിലും ഉണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഏതൊരു ഹോസ്പിറ്റലിന്റെ മുതലാളിയാവട്ടെ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാവട്ടെ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആണ്. അദ്ദേഹത്തിനും പ്രോബ്ലംസ് ഉണ്ട്.
ലോകത്ത് ഏതാളെടുത്ത് ബിൽ ഗേറ്റ്സ്, ഏതാളെടുത്ത് പരിശോധിച്ചാലും അവർക്കൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. ഒരിക്കൽ APJ അബ്ദുൽ കലാം പറഞ്ഞു, പ്രോബ്ലംസ് ആർ കോമൺ ബട്ട് ആറ്റിറ്റ്യൂഡ് മേക്സ് ദ ഡിഫറൻസ്. APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രസിദ്ധമായ വാക്കാണ്, പ്രോബ്ലംസ് ആർ കോമൺ. പ്രശ്നങ്ങളുണ്ട്. ഞാൻ എവിടെയോ ഒരു വാക്ക് ആരതോ ഒരാൾ വായിച്ചതാണ്, വേൾഡ് ഈസ് ഫുൾ ഓഫ് പ്രോബ്ലംസ്. ലോകം മൊത്തം പ്രശ്നങ്ങളാണ്. ഞാൻ ഏതൊരു സെന്റൻസ് ഇങ്ങനെ വായിച്ചപ്പോൾ കിട്ടിയതാണ്, എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്താ സാർ. പ്രോബ്ലംസ് ആർ കോമൺ. APJ അബ്ദുൽ കലാം പറയാണ്, പ്രശ്നങ്ങൾ പൊതുവെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? എല്ലാവരിലും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്താ വ്യത്യാസം? ബട്ട് ആറ്റിറ്റ്യൂഡ് മേക്സ് ദ ഡിഫറൻസ്. ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് വ്യത്യാസം. പ്രോബ്ലം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ നമ്മളോട് ആ പ്രോബ്ലത്തിനോട് നമുക്കുണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് എന്താണ്. ബട്ട് ആറ്റിറ്റ്യൂഡ് മേക്സ് ദ ഡിഫറൻസ്. ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. സൈക്കോളജിസ്റ്റുകൾ പൊതുവെ പറയാറുണ്ട്, ഒരാള് പ്രശ്നത്തെ നേരിടുന്നത് 3 രീതിയിലാണ്. സൈക്കോളജിസ്റ്റ് പൊതുവെ പറയുന്ന ഒരു വാക്കാണ്, സൈക്കോളജിയിൽ പൊതുവെ പറയുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് 3 എഫുകളായിട്ട് പറയാം. പ്രശ്നത്തെ ഒരാൾ നേരിടുന്നത് 3 രീതിയിലാണ്. അതിൽ ഫസ്റ്റ് എഫ് എന്ന് പറയുന്നത് ഫ്ലൈ, രണ്ടാമത്തെ എഫ് എന്ന് പറയുന്നത് ഫ്രീസ്, മൂന്നാമത്തെ എഫ് എന്ന് പറയുന്നത് ഫൈറ്റ്. ഒരു പ്രശ്നത്തെ 3 രീതിയിലാണ് ആളുകള് ഫേസ് ചെയ്യുന്നത്, ആളുകൾ കാണും. അതൊന്ന് ഫ്ലൈ ആണ്. ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഓടുക അല്ലെങ്കിൽ പറക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടും. ഒളിച്ചോട്ടല്ല, അതിനേക്കാളും വലിയ സ്പീഡ്. അതുകൊണ്ട് നമ്മൾ പറക്കുക എന്ന് പറഞ്ഞു. പ്രശ്നം അവർക്ക് കണ്ടുകൂടാ, പ്രശ്നത്തെ ഒളിച്ചോടും. അതാണ് ഒന്ന്. രണ്ടാമത് ഫ്രീസ് ആണ്. എന്താ ഫ്രീസ് പറഞ്ഞാൽ? എന്തെങ്കിലും വിഷയം കേൾക്കുമ്പോൾ പേടിച്ച് അന്തം വിട്ട് ഫ്രീസ്, പെട്ടെന്ന് പേടിച്ച് സ്തബ്ധനായി നിൽക്കുന്ന ഒരവസ്ഥ, സ്തംഭിച്ചു പോകും, ഫ്രീസ്. മൂന്നാമത്തേത് ഫൈറ്റ് ആണ്. എന്താ മൂന്നാമത്തെ ഫൈറ്റ് എന്ന് പറയുന്നത്? ഒരു പ്രശ്നത്തെ നേരിടുക, യുദ്ധം ചെയ്യുക, അതിനങ്ങോട്ട് ആക്രമിക്കുക, പ്രശ്നത്തെ ഫേസ് ചെയ്യുക. അങ്ങനെ 3 രീതിയിലാണ്. ഇപ്പോൾ ഒരു പട്ടി, ഒരു എക്സാമ്പിൾ പറയാം. ഒരു പട്ടി നമ്മളെ കടിക്കാൻ വരികയാണ്, സൈക്കോളജിയുടെ ഒരു ഭാഗമാണ്. പട്ടി നമ്മളെ കടിക്കാൻ വരികയാണ്. 3 രീതിയിൽ നമുക്ക് ഒന്നുകിൽ ആ പട്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലൈ, അല്ലെങ്കിൽ റൺ, ഓടിപ്പോകാം. രണ്ടാമത്തേത് പട്ടി വരുമ്പോൾ നമ്മൾ പേടിച്ചവിടെ നിൽക്കാം കുറച്ച് സമയം. മൂന്നാമത്തേത് ആ പട്ടിയോട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലാണ് ഒരു പ്രശ്നത്തെ ഒരാള് സമീപിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫേസ് പ്രോബ്ലം, പ്രശ്നങ്ങൾ ലോകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. ഷാജി മാഷക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്കതിൽ ടെൻഷൻ അടിക്കാം. ലോകത്തെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഷാജി മാഷ വലത് കൈയുടെ ചൂണ്ടുവിരലിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു എക്സാമ്പിൾ. ഞാൻ എന്തിനു ടെൻഷൻ അടിക്കണം? കാരണം എന്താ? എനിക്ക് മാത്രമല്ല ഈ പ്രശ്നം. അതുപോലെ അതിനേക്കാൾ കൂടുതൽ ഭയാനകരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രോബ്ലംസ് ആർ കോമൺ. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ നേരിടണം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനത് ശ്രദ്ധിച്ചതാണ്, ഞാനത് മനസ്സിലാക്കിയതാണ്. ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന മുമ്പുണ്ടാകുന്ന കോൺഫിഡൻസും പ്രശ്നം അഭിമുഖീകരിക്കുന്നതിന്റെ ശേഷമുണ്ടാകുന്ന കോൺഫിഡൻസും നമ്മളൊരു താരതമ്യ പഠനം നടത്തിയാൽ പ്രോബ്ലം ഫേസ് ചെയ്തതിന്റെ ശേഷമുള്ള കോൺഫിഡൻസ് ലെവല് കൂടും. ഷുവർ. ഒരു പ്രശ്നം നമ്മൾ നേരിട്ടാൽ, സധൈര്യം നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ, അതിന്റെ ശേഷം നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് മെഷർ ചെയ്താൽ, നോ ഡൗട്ട് അവർ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇൻക്രീസസ്, വർദ്ധിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ കുട്ടികളൊക്കെ അവിടുത്തെ പരിശോധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഘടകം അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രയാസങ്ങൾ എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അവർക്ക് പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്നില്ല. ചെറിയ ചെറിയ ഇഷ്യൂ കൊണ്ട് എന്ത് ചെയ്യാണ്? അവരെ ഹാങ് ചെയ്യാണ്. ചെറിയ ചെറിയ ഇഷ്യൂ, അധ്യാപകൻ വഴക്ക് പറഞ്ഞതിന്, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ശകാരിച്ചതിന് കുട്ടി ആത്മഹത്യ ചെയ്യാം. പ്രശ്നങ്ങൾ നേരിടാൻ മനുഷ്യന് എപ്പോഴാണോ സാധിക്കുന്നത്
അപ്പോൾ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് സൈക്കോളജിക്കലി പ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് പ്രോബ്ലം ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇറ്റ് ഹാവ്സ് ടു ഫേസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കോസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഫേസ് പ്രോബ്ലംസ് ഫേസ് ചെയ്യാം. സെക്കൻഡ് വൺ, രണ്ടാമത്തത് ഓവർകം വീക്ക്നെസ്. ഇത് നമ്മൾ രണ്ടാമത്തതിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തേത് ഓവർകം വീക്ക്നെസ്. നിങ്ങളുടെ പോരായ്മകൾ തരണം ചെയ്യണം, പോരായ്മകൾ പരിഹരിക്കപ്പെടണം. നമുക്കറിയാം, ഒരു മനുഷ്യന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അതിലൊന്ന് സ്ട്രെങ്ത്, മറ്റൊന്ന് വീക്ക്നെസ്. ലോകത്തെല്ലാ മനുഷ്യർക്കും രണ്ട് സൈഡുകളുണ്ട്. ഒന്ന് അദ്ദേഹത്തിന്റെ എബിലിറ്റി, മറ്റൊന്ന് ഡിസബിലിറ്റി. ഒന്ന് അദ്ദേഹത്തിന്റെ പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. ഒന്ന് അദ്ദേഹത്തിന്റെ മെറിറ്റ്, മറ്റൊന്ന് ഷോർട്ട് കമ്മിങ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ. സ്വാഭാവികമാണ്. സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് നമ്മൾ മറ്റൊരു രീതിയിൽ പറയും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീക്ക്നെസ്സുകൾ മനുഷ്യനുണ്ടാകും എന്നുള്ളതാണ്. പോരായ്മകൾ ഉണ്ടാവും, പോരായ്മകളില്ലാത്ത മനുഷ്യരില്ല എന്നുള്ളതാണ്. കാരണം പ്രവാചകന്മാരൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും മനുഷ്യരാണ്. പോരായ്മകൾ, ഷോർട്ട് കമ്മിങ്സ്, വീക്ക്നെസ് ക്വൈറ്റ് നാച്ചുറൽ. ഈ സംഗതികൾ ഉണ്ടാകുമ്പോൾ ഇത് തരണം ചെയ്യാനാണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് കഴിവുകേടുകൾ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ ഉള്ള കഴിവില്ല, ഇല്ലാത്ത ഒരാൾ, അത് അയാളുടെ ഒരു വീക്ക്നെസ്. ആളുകളുടെ ഇടയിൽ സംസാരിക്കാനേ കഴിയും. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുണ്ട്, അയാൾ അങ്ങനെ തന്നെയാണ്, അയാൾ ഒരിക്കലും നന്നാവില്ല, അയാൾക്ക് ഈ പ്രശ്നമുണ്ട്, അയാൾ ആളുകൾ കണ്ടാൽ തിരിഞ്ഞു പോവാണ്, അങ്ങനെ പറയല്ല വേണ്ടത്. ആ പ്രശ്നം നമ്മൾ അവിടെ പരിഹരിക്കണം, അത് ഓവർകം ചെയ്യണം, അത് സർപ്പാസ് ചെയ്യണം. ഇപ്പൊ ആളുകളുടെ ഇടയിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് എങ്കിൽ പതുക്കെ ആളുകളുടെ ഇടയിൽ മിങ്കിൾ ചെയ്യാനുള്ള പടികൾ അദ്ദേഹം തുടങ്ങണം. പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകളിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകണം, ആ വ്യക്തിയെ കൊണ്ടുപോകണം. ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യണം. സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. കുട്ടികളിൽ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, വീക്ക്നെസ് അതാണെങ്കിൽ നമ്മളത് നിർബന്ധമായിട്ടും അത്തരം വീക്ക്നെസ് നിർബന്ധമായിട്ടും നമ്മൾ ഓവർകം ചെയ്യണം. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാണെന്ന് വിചാരിക്കുക, അതൊരു വീക്ക്നെസ് ആണ്. ചില ആളുകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടും. ഒരു കാര്യം അവരോട് പറയാൻ പറ്റില്ല, പെട്ടെന്ന് അവർക്ക് ദേഷ്യപ്പെടും. അവരേറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക ദേഷ്യപ്പെടാനായിരിക്കും. ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അവര് ആ വീക്ക്നെസ്, ഇപ്പൊ ഞാൻ എന്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. എന്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരോടും ദേഷ്യപ്പെടും, സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ ആ ഒരു സ്വഭാവം കുറച്ച് കൊണ്ടുവരാം. ദാറ്റ് ഈസ് എ ബിഗ് എബിലിറ്റി. കഴിവുകൾ ഉപയോഗപ്പെടുത്തണം, അത് വേറൊരു കാര്യം. അതോടൊപ്പം ഉള്ളൊരു സംഗതിയാണ് ഇത്, നമ്മുടെ കഴിവുകേടുകൾ തിരിച്ചറിഞ്ഞ് അത് സർപ്പാസ് ചെയ്യാൻ, അത് ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. നമുക്കില്ലാത്ത പ്രശ്നങ്ങൾ, നമുക്ക് പോരായ്മകൾ എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ കാര്യം തീർച്ചയാണ്. നമുക്ക് ആളുകളോട് സംസാരിക്കാം, നമുക്ക് ചില ഭാഷകളൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ ഭാഷ പഠിക്കണം. നമ്മൾ പുതിയ ഭാഷ പഠിച്ച് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എവിടെയാണോ നമ്മുടെ ഷോർട്ട് കമ്മിങ്സ്, വീക്ക്നെസ് എന്താണ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ഐഡന്റിഫൈ ചെയ്തോണ്ട് മാത്രം കാര്യമില്ല. അതിന് ഒരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടെത്തണം, അത് സർപ്പാസ് ചെയ്യണം, ഓവർകം ചെയ്യണം. ദാറ്റ് ഈസ് എ സെക്കൻഡ്. അങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കും. നേരത്തെ നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അത് തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ, വീക്ക്നെസ് തരണം ചെയ്യുന്ന ആളുകളും വീക്ക്നെസ് തരണം ചെയ്യാത്ത ആളുകളും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, വീക്ക്നെസ്സുകൾ തരണം ചെയ്ത ആളുകളുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി തേർഡ് വൺ, ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ കഴിവുകളിൽ മാത്രം കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്.
നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ നെഗറ്റീവാണ്. എനിക്കതില്ലല്ലോ, എനിക്ക് ആ കഴിവുകളില്ലല്ലോ, അല്ലേ? അദ്ദേഹത്തിനെ പോലെ എനിക്ക് ആവാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മാർക്കില്ലല്ലോ, ഗ്രേഡ് ഇല്ലല്ലോ, എന്റെ ബിസിനസ് വർദ്ധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒക്കെ ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലായ്മയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് വിതിൻ, വാട്ട് ഈസ് എക്സിസ്റ്റ്, വാട്ട് ഈസ് അറ്റ് പ്രസന്റ്, എന്തൊക്കെയാണ് നമ്മളെ കയ്യിൽ ഇപ്പൊ നിലവിൽ ഉള്ളത്. പ്ലീസ് ഫോക്കസ് ഓൺ സ്ട്രെങ്ത്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെ? സ്ട്രെങ്ത്തിന് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടല്ലോ. ചില ആളുകൾ പറയും എനിക്കൊരു കഴിവുമില്ല, നമ്മളോട് പറയാം. ചില ആൾക്കാർ വന്നിട്ട് പറയും എനിക്കൊന്നുമില്ല, എനിക്കൊരു കഴിവില്ല, ഒരു മെച്ചമില്ല, എനിക്ക് ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കഴിവില്ല എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം ലോകത്തുള്ള സകല കമ്പ്യൂട്ടറുകള് നിരത്തി വെച്ചാൽ പോലും അതിനേക്കാൾ കൂടുതൽ മെമ്മറി പവർ ഉള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ബ്രെയിൻ, ബ്രെയിന്റെ കപ്പാസിറ്റി ചില്ലറല്ലോ. ആ ബ്രെയിൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ആളുകൾ നമ്മളാണ്. നമ്മളെ കയ്യിലാണ് ബ്രെയിൻ ഉള്ളത്. മാസ്റ്റർ ബ്രെയിൻ കിടക്കുന്നത് നമ്മളാണ്. ലോകത്തുള്ള സകല കമ്പ്യൂട്ടറുകൾ നിരത്തി വെച്ചാൽ പോലും അതിനേക്കാൾ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു യന്ത്രവുമായിട്ടാണ് ഞാനും നിങ്ങളും നടക്കുന്നത്. എന്നിട്ടാ നമ്മൾ പറയുന്നത് എനിക്കൊരു കഴിവില്ല. അത് പറയാൻ പാടില്ലല്ലോ. എത്ര വിലപിടിപ്പുള്ള സാധ്യതയായിട്ട് നമ്മൾ നടക്കുന്നത്. നമ്മളെ കിഡ്നി, നമ്മളെ കാഴ്ച, കണ്ണ്, മൂക്ക്, വായ, വൃക്കകള്, ലെൻസ്, എത്ര കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന സാധനമായിട്ട് നമ്മൾ നടക്കുന്നത്. ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ എന്താ നമ്മളെ പ്രശ്നം? ഇത് ഇല്ലാത്തതല്ല പ്രശ്നം, പക്ഷെ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. യൂസ് യുവർ എബിലിറ്റി എന്നാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ ഏതോ ഒരു മഹാൻ പണ്ട് പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഒരിക്കലും ഒരു മഹാൻ പറഞ്ഞത്രേ, ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താത്തവരാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഏതൊരു മഹാൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് തോന്നുന്നു. ആരാണ് യഥാർത്ഥ വിഡ്ഢി? എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താത്തവരാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢി. ഇന്ന് സൗകര്യങ്ങളുടെ കുറവ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ് ഈസ് ടോട്ടലി ഡിസപ്പിയർഡ്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവെന്നുള്ള വാക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. സൗകര്യങ്ങൾ കൂടി. സാധാ LKG ക്ലാസ് മുതൽ അങ്ങനെ ഹയർ സ്റ്റഡീസിന് PG ലെവലുള്ള സ്കൂൾ ക്ലാസ്സുകൾ വരെ, കോളേജുകൾ വരെ എന്തെല്ലാം സൗകര്യങ്ങളാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉൾപ്പെടെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് സൗകര്യങ്ങൾ കുറവില്ല. സൗകര്യങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ആ സൗകര്യങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ ബ്രെയിൻ, അതിനാണ് ദൈവതമ്പുരാൻ നിങ്ങൾക്ക് ബ്രെയിൻ തന്നത്. ആ തന്ന സാധനം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനോട് പത്രക്കാർ ചോദിക്കുകയാണ്. മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു, ഹലോ മിസ്റ്റർ ഐൻസ്റ്റീൻ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയുടെ എത്ര ശതമാനം ഉപയോഗിച്ചു? വല്ലാത്തൊരു ചോദ്യമാണ്. ഐൻസ്റ്റീനോട് പത്രക്കാർ ചോദിക്കുക, ഹലോ മിസ്റ്റർ ഐൻസ്റ്റീൻ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയുടെ എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾ ഉപയോഗിച്ചത്? ഐൻസ്റ്റീൻ മറുപടി പറഞ്ഞത്രേ, ലോകത്തെ ഏറ്റവും വലിയ ആധുനിക മോഡേൺ ഫിസിക്സിന്റെ ഫാദർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ മറുപടി പറഞ്ഞത്രേ, ഓൺലി 25%. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയ അദ്ദേഹം പോലും ബുദ്ധിയുടെ എത്ര ശതമാനം ഉപയോഗിച്ചത്? 25%. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആളുകളൊക്കെ എത്ര ഉപയോഗിച്ചിട്ടുണ്ടാവുക? അതുകൊണ്ട് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ ചെയ്തോളണം. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നാളത്തെ കുറിച്ച് ആങ്ഷൈറ്റി ഉണ്ടാക്കുകയല്ല വേണ്ടത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ടെൻഷനും ആൻസൈറ്റിയും തമ്മിലൊരു ഡിഫറൻസ് പറയാറ്. ഇന്ന് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ടെൻഷൻ, ആങ്സൈറ്റി. രണ്ടും പൊതുവായിട്ട് കോമൺ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ടെൻഷൻ. വരാനുള്ളതിനെ കുറിച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ് ആങ്സൈറ്റി. നമ്മൾ അതിലേക്കല്ല പോവേണ്ടത്. നിലവിൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും? എന്റെ കയ്യിലുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മാക്സിമം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും?
സോ ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. ഒരിക്കലും നമ്മൾ വീക്ക്നെസ്സിലല്ല ഫോക്കസ് കൊടുക്കേണ്ടത്, സ്ട്രെങ്ത്തിലാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഡിസബിലിറ്റിയിലല്ല ഫോക്കസ് കൊടുക്കേണ്ടത്, എബിലിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഡിസബിലിറ്റി നമ്മൾ ഓവർകം ചെയ്യാണ് വേണ്ടത്, എന്നാൽ എബിലിറ്റിയിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് ആണ് ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. സോ ദാറ്റ് ഈസ് ദി അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി നാലാമത്തെ കാര്യം നോക്കാം, ബിൽഡ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം റിലേഷൻഷിപ്പും കോൺഫിഡൻസും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, ബിക്കോസ് റിലേഷൻഷിപ്പ് ഇൻക്രീസസ് കോൺഫിഡൻസ് എന്നാണ്. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവന് കോൺഫിഡൻസ് കൂടും. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ, പുതിയ ഒരു ന്യൂസ് ഞാൻ വായിച്ചത്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവന് അവന് ആയുസ് വരെ കൂടുമെന്നാണ്. കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നവന് ആയുസ് കൂടുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ സാധാരണ പറയുമ്പോൾ ചാരിയാൽ ചാരിയത മണക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നല്ല ബന്ധങ്ങൾ, ഗുഡ് റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ തലമുറക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അവിടെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്. മാർക്ക് വാങ്ങല് മാത്രമല്ലല്ലോ, മാർക്ക് ഇഷ്ടം പോലെയാണ്. ഇത് SSLC പഠിച്ച പാസ്സായ കുട്ടിക്ക് നല്ല മാർക്കാണ്, ഗ്രേഡാണ്. +2 കഴിഞ്ഞ കുട്ടിക്കും ഗ്രേഡാണ്. ഉയർന്ന മാർക്ക് നേടി എത്രയോ ഉന്നത വിദ്യാഭ്യാസ മേഖല പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടി. ഇന്ന് മാർക്കിന്റെ കുറവില്ല, കൂടുന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പ് വളരെയധികം മോശമാണ്. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധം, ഒരു സ്ഥാപനത്തിലെ അധ്യാപകരും മാനേജറും തമ്മിലുള്ള ബന്ധം, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധം, രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കോൺഫിഡൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് നെഗറ്റീവായാൽ, ബന്ധങ്ങൾ എന്തെങ്കിലും വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ കരിയർ അതോടുകൂടി പോകും. എത്ര ആളുകൾ നമുക്ക് കാണാൻ പറ്റും, ബാഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി, നല്ല ആളുകളായിരുന്നു, ഒരുപാട് കപ്പാസിറ്റി ഉള്ള ആളുകൾ, സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളാണ്, നല്ല വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്, ഹൈടെക് ഡെസിഗ്നേഷൻ ഉണ്ട്, ഹൈടെക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. എനിക്കറിയുന്ന ആളുകൾ തന്നെ ഉണ്ട്, ഹൈടെക് ക്വാളിഫിക്കേഷൻ, ഒരു സ്ഥാപനത്തിന്റെ മേലധികാരിയായിട്ട് വരെ ഇരുന്ന ആളുകൾ. പക്ഷെ റിലേഷൻഷിപ്പ് ഏതൊക്കെയോ ബാഡ് റിലേഷൻഷിപ്പ് വന്നുപോയി. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ ക്യാമ്പസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ഭാവിയുള്ള കുട്ടികൾ, പക്ഷെ ഭാവി കളഞ്ഞു കുളിക്കുന്നു. ഒറ്റ കാരണം നെഗറ്റീവ് ബാഡ് റിലേഷൻഷിപ്പാണ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് കോൺഫിഡൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. റിലേഷൻഷിപ്പ് മോശമായ ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഒരുപക്ഷെ 0 ലെവൽ ഓഫ് കോൺഫിഡൻസിലേക്ക് വരെ എത്തിയേക്കാം. ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് ആകെ ടെൻഷൻ അടിച്ച് പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി, പ്രയാസങ്ങളായി, ഏത് സമയത്തും ടെൻഷനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവലിലേക്ക് പോകാൻ, ഉയർന്ന കോൺഫിഡൻസ് ലെവലിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഓഫ് കോൺഫിഡൻസ് ഈസ് മെയിൻലി ഗോസ് ടു പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഒരു അനുകൂല ബന്ധം ഉണ്ടാക്കണം. റിലേഷൻഷിപ്പ് ഏതൊക്കെയോ ആർക്കും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉയർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ബന്ധങ്ങൾ എവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാൻ സാധിക്കും. ആൽബർട്ട് ഐൻസ്റ്റീനും അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉണ്ടായത്, പക്ഷെ ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഡ്രൈവർ ഒരിക്കൽ ഒരു ദൂര സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്റെ ഡ്രൈവർ ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, സർ, നിങ്ങളുടെ ക്ലാസ്സുകൾ ഞാൻ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്, സ്ഥിരമായിട്ട് നിങ്ങളെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, എനിക്കത് മനഃപ്പാഠമാണ്. എത്രയോ ക്ലാസ്സുകൾ, സാറിന്റെ ക്ലാസ്സുകൾ നല്ല ഇഷ്ടമാണ്, ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൂരെ ദിക്കിൽ നിന്നുള്ള ആളുകളൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ വരുമത്രേ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ അദ്ദേഹത്തോട് പറയുകയാണ്, ഇനി എനിക്കതെല്ലാം മനഃപ്പാഠമാണ്, അതുകൊണ്ട് അങ്ങ് പോവാത്തൊരു ക്ലാസ്സിന് ഞാൻ പോയിക്കോട്ടെ സാർ, ഞാൻ എടുത്തോളാം സാർ, ഏതെങ്കിലും ഒരു ക്ലാസ്സിന് എനിക്കെടുക്കാൻ വേണ്ടി സാർ ഒരു
അവസരം തരണം. ഉടനെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, എനിക്ക് ഇന്ന് ക്ലാസ് ഉള്ളത് കുറച്ച് ദൂരെ ദിക്കിലാണ്. അവിടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയില്ല. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് അവർക്ക് അറിയില്ല. അവർ ആൽബർട്ട് ഐൻസ്റ്റീനെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം എന്റെ ഡ്രൈവറായ നീ ആൽബർട്ട് ഐൻസ്റ്റീനായിട്ട് അവിടെ പോയി ക്ലാസ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പോവാണ്. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഡ്രൈവറാണെന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ട്രെയിനറായിട്ട് പോകുന്നത്. പക്ഷെ അന്ന് വണ്ടി ഓട്ടിയ ഡ്രൈവർ ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. അപ്പൊ ഇതുവരെ ഉണ്ടായത് ഡ്രൈവർ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിട്ട് മാറുകയും ട്രെയിനർ എന്ന് പറയുന്ന മോസ്റ്റ് മോട്ടിവേറ്റിംഗ് ട്രെയിനർ എന്നായിട്ട് പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ യഥാർത്ഥത്തിൽ ഡ്രൈവറായി മാറുകയും നിലവിലുള്ള ഡ്രൈവർ പിന്നെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടും പോവുകയാണ് ആ സ്ഥലത്തേക്ക്. അങ്ങനെ പോയി അവിടെ ക്ലാസ്സുകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. നല്ല ഹൈടെക് ക്ലാസ് ആണ്. ഡ്രൈവറുടെ ക്ലാസ് വളരെ ഉഷാറായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത്, അവിടെയുള്ള ആൾക്കാർക്ക് അത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒന്നും അറിയില്ല. അവരിന്ന് പിന്നെ പ്രസന്റ് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഡ്രൈവറാണ് ക്ലാസ് എടുക്കുന്നത്. യഥാർത്ഥ ആൽബർട്ട് ഐൻസ്റ്റീൻ സദസ്സില് അവിടെ ഫ്രണ്ടില് മറ്റ് അംഗങ്ങളുടെ പോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ മുന്നോട്ട് പോയി നല്ല ഉഷാറായിട്ട് ക്ലാസ്സുകളൊക്കെ പോയി. ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സംശയത്തിന് വേണ്ടി ഒരു അവസരം കൊടുത്തു. ആ സമയത്ത് വേദിയിൽ നിന്ന് ഒരാള് ഒരു സംശയം ചോദിച്ചു. സംശയം ചോദിച്ചത് നല്ല കടുകട്ടി സംശയമായിരുന്നു. ആ സമയത്ത് സംശയം മറുപടി പറയാൻ ആർക്കും അറിയില്ല. ഡ്രൈവർക്ക് അറിയില്ല, പക്ഷെ ആളുകൾക്ക് അറിയില്ലല്ലോ ഇത് ഡ്രൈവറാണ് അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്നുള്ള അറിയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്നാണ് ഇവർ വിചാരിച്ചത്. നല്ലൊരു ഒന്നാം തരം ചോദ്യമായിരുന്നു. ഒന്നാം തരം ചോദ്യം കണ്ടപ്പം ഭയങ്കര പിന്നെ റിസ്കി ആൻസർ ആണ്. ആ സാധനത്തിന് വളരെ ഡിഫിക്കൽട്ട് ആൻസർ ആണ്. അങ്ങനെ ആ ചോദ്യം കേട്ടപ്പോ തന്നെ ഡ്രൈവറായി ക്ലാസ് എടുക്കുന്ന ആള് അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്റെ ഡ്രൈവർ മതി, ഞാനൊന്നും ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല, സില്ലി ക്വസ്റ്റ്യൻ ആണത്, അതെന്റെ ഡ്രൈവർ പറയും, അതുകൊണ്ട് എന്റെ ഡ്രൈവർ മുന്നിലിരിക്കുന്നുണ്ട്, പ്ലീസ് ഡ്രൈവർ നിങ്ങൾ ആൻസർ പറയൂ എന്ന് പറഞ്ഞ് യഥാർത്ഥ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ കൃത്യമായിട്ട് ആ മറുപടി അവിടെ കൊടുക്കുകയാണ്. ഗംഭീര ക്ലാസ് ആയി. അവിടെ കണ്ടിരുന്ന നൂറുകണക്കിന് ആളുകൾ കൈയടിച്ച് മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഡ്രൈവറും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ വലുതാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് നന്നാക്കുന്നവനാണ്, റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നവനല്ല, റിലേഷൻഷിപ്പ് നന്നാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഉയർന്ന കോൺഫിഡൻസ് ലഭിക്കുക എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊന്ന് അഞ്ചാമത്തെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എന്ത് കൂടാനാണ്? കോൺഫിഡൻസ് വർദ്ധിക്കാനാണ്. കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലെ? യെസ്, ഓക്കെ. അങ്ങനെ കോൺഫിഡൻസുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ആണ് ഡെവലപ്പ് ന്യൂ സ്കിൽസ്. പുതിയ സ്കില്ലുകൾ നിങ്ങൾ സ്വായത്തമാക്കണം. ഉള്ളത് വെച്ചിരിക്കുകയല്ല വേണ്ടത്, പുതിയ സ്കില്ലുകൾ കണ്ടെത്തണം, പുതിയ അറിവുകൾ നേടണം. അറിവുകൾ നേടുന്നവന്, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നവന്, പുതിയ നൈപുണികൾ നേടുന്നവന്, പുതിയ സ്കില്ലുകൾ അച്ചീവ് ചെയ്യുന്നവന്റെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പുതിയ സ്കില്ലുകൾ, ഉദാഹരണമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്നിപ്പോ അത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, ഹിന്ദി കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന വാക്ക് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനെ പോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലെവൽ ഡെവലപ്പ് ചെയ്യേണ്ട സാധനമാണ് ഹിന്ദി കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക്, ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ചെന്ന ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഉത്തരേന്ത്യയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഈസ് മസ്റ്റ്, അവിടെ നിർബന്ധമാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ജീവിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഹിന്ദി അറിയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് സാന്ദർഭികമായിട്ട് പറയണം, നമ്മൾ സ്കൂളുകളിലൊക്കെ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ല ഇനി കൊടുക്കേണ്ടത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഞാനിതിനെ കുറ്റപ്പെടുത്തില്ല, അതോടൊപ്പം വരേണ്ട സാധനമാണ് ഹിന്ദി. കാരണം എന്റെ ലൈഫിൽ ഞാൻ തിരിച്ചറിഞ്ഞ സാധനമാണ്. ഞാൻ പല മേഖലകളിലും യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് നന്നായിട്ട് എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്, കുറെ നന്നായി അത്യാവശ്യമൊക്കെ കൈകാര്യം ചെയ്യും. പക്ഷെ ഹിന്ദി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. അതൊരു പുതിയ സ്കില്ലാണ്, ഒരു അഡീഷണൽ സ്കില്ല് നമ്മൾ അറ്റൈൻ ചെയ്യണം. പിന്നെ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് കമ്മ്യൂണിക്കേഷൻ. മറ്റൊന്ന് നമുക്കറിയാം, ഇപ്പൊ ഡ്രൈവിംഗ്, ഫോർ എക്സാമ്പിൾ പറയാം. ഡ്രൈവിംഗ് അത് മറ്റൊരു സ്കില്ലാണ്. ഡ്രൈവിംഗ്, സ്വിമ്മിങ്, നീന്തൽ, സ്റ്റിച്ചിങ് അത് മറ്റൊരു സ്കില്ലാണ്. ടൈലറിങ്, ഇങ്ങനത്തെ പല പല സ്കില്ലുകളുണ്ട്. ടൈപ്പിംഗ്, കമ്പ്യൂട്ടർ ടൈപ്പിംഗ്. ഇപ്പൊ പഴയ കാലത്തെ ടൈപ്പ് റൈറ്റിംഗ് സംവിധാനം ഇപ്പൊ ഇല്ല, അത് വളരെ വലിയൊരു എബിലിറ്റി ആയിരുന്നു ആ സാധനം, ടൈപ്പ് റൈറ്റിംഗ്.
അപ്പൊ കമ്പ്യൂട്ടർ ടൈപ്പിംഗ്, അപ്പൊ അങ്ങനത്തെ ചില ചില സ്കില്ല്, അതൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ വലിയ ഹാർഡ് വർക്കൊന്നും അതിന്റെ പിന്നിൽ ആവശ്യമില്ല, വലിയ അധ്വാനമൊന്നും അതിന്റെ പിന്നിൽ ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെ അത്തരം സ്കില്ലുകൾ നമ്മൾ, അങ്ങനെ അഡീഷണൽ സ്കില്ല് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ആൾക്ക് നിർബന്ധമായിട്ടും പിന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഡെവലപ്പ് ഉറപ്പാണ്. അപ്പൊ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് നോളജ് കൊണ്ട് മാത്രം കാര്യമില്ല, അഡീഷണൽ സ്കിൽ മസ്റ്റ് ബി റിസീവ്ഡ്. നിർബന്ധമായിട്ടും അഡീഷണൽ സ്കില്ലുകൾ നമ്മൾ റിസീവ് ചെയ്യണം. അപ്പൊ ഡെവലപ്പ് ന്യൂ സ്കിൽ, പുതിയ പുതിയ സ്കില്ലുകൾ, ഒരേ കാര്യങ്ങൾ നമുക്ക് അറിയാം, അതിന്റെ പുറമെ നമ്മൾ ചില ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ വാട്സപ്പിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഒരുപാട് കോഴ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. ഇത്തരം സംഗതികളൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, അല്ലെ, ആ കാര്യങ്ങൾ ചെയ്യാം. അതിലൂടെ എന്ത് സംഭവിക്കും? പേടി കുറയുമെന്നാണ്, അല്ലെ. പരീക്ഷ പേടി കുറയാൻ ഒറ്റ മാർഗ്ഗേ ലോകത്തുള്ളൂ. എന്താ മാർഗം? കൂടുതൽ കൂടുതൽ പരീക്ഷ എഴുതുക. പരീക്ഷ പേടി കുറയാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ, കൂടുതൽ കൂടുതൽ പരീക്ഷ എഴുതുക. ഡ്രൈവിങ്ങിനോടുള്ള പേടി കുറയും. എന്താ, എങ്ങനെ കുറയാനുള്ള മാർഗം എന്താ? വേറൊരു മാർഗമില്ല, ഡ്രൈവിംഗ് ചെയ്യാം. നീന്തൽ കുട്ടികൾക്ക് പേടിയാ, ചില കുട്ടികൾക്ക്. ഇന്നിപ്പം നീന്തണം അറിയുന്ന കുട്ടികൾ, പുതിയ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. നീന്തൽ അറിയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കുളങ്ങൾ ഉണ്ടായിരുന്നു. കുളം, ഓരോ തറവാട് വീടിന്റെ ചാരി തന്നെ കുളങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുട്ടികൾ എന്ത് ചെയ്യും? നീന്തൽ പഠിക്കും. എന്നതില്ല. അവൻ നീന്തൽ പേടി കുറയാൻ ഒറ്റ മാർഗം നീന്തുക. മറ്റൊരു സ്കില്ലാണ് ഈ ക്ലൈംബിങ്. നമ്മള് മരം കയറുക എന്നൊക്കെ പറയും, മരം കയറുക. അപ്പൊ മരം കയറുന്ന ആളുകളുടെ എണ്ണൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു നാട്ടില് വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. വളരെ 1, 2, 3, 4 ആൾക്കാരൊക്കെ ഉള്ളൂ. അതൊക്കെ വലിയൊരു സ്കില്ലാണ്. അപ്പൊ അത്തരം സ്കില്ലുകൾ പരമാവധി നമ്മളെ കുട്ടികളെയും നമ്മളെ ബന്ധപ്പെട്ട ആളുകളെയും അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കുക, പഠിപ്പിക്കുക എന്നതാണ്. അപ്പൊ പുതിയ പുതിയ സ്കില്ലുകൾ നേടാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അപ്പൊ പുതിയ സ്കില്ലുകൾ നേടുന്ന ആളും സ്കില്ലുകൾ നേടാത്ത ആളുകളും തമ്മിൽ പരിശോധിക്കുമ്പോൾ സ്കില്ലുകൾ നേടിയ ആളുകളിൽ കോൺഫിഡൻസ് ലെവല് നിർബന്ധമായിട്ടും കൂടിയിരിക്കും. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് വൺ. അതാണ് 5ാമത്തെ പോയിന്റ്, ഡെവലപ്പ് ന്യൂ സ്കിൽ. പുതിയ സ്കില്ലുകൾ നിങ്ങൾ വികസിപ്പിക്കണം. ഇനി മറ്റൊന്ന്, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. അത് വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോൺഫിഡൻസ് ലെവലുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ സുഖവലയം നിങ്ങൾ പൊട്ടിച്ചു കളയും. കംഫർട്ട് സോൺ, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ എന്ന് പറയും. നമുക്ക് ഒരുപാട് മേഖലകൾ ഉണ്ടല്ലോ, അതിലേറ്റവും മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കംഫർട്ട് സോൺ, സുഖവലയം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വലയമാണ് അത്, സുഖവലയം, അല്ലെ. എല്ലാവരും സുഖവലയം. ഒരു റൂമിലേക്ക് നമ്മൾ ചെന്നാല്, ഒരു ഹാളിലേക്ക് നമ്മൾ ചെന്നാൽ എവിടെയാണ് ഫാൻ ഉള്ളത്? അവിടെ നമ്മൾ ഇരിക്കുക, അല്ല ഫ്രണ്ടിൽ പോയല്ലേ ഇരിക്കുക, അല്ലെ. AC എവിടെയുള്ളത്? അവിടെ പോയിരിക്കും. എവിടെ കാറ്റുള്ളത്? അവിടെ പോയിരിക്കും. മനുഷ്യനൊക്കെ സുഖവലയത്തിലാണ്. അത് മാത്രം പോരാ, യഥാർത്ഥത്തിൽ ഒരു വ്യക്തി സക്സസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സുഖവലയം പൊട്ടിക്കണം. ഉദാഹരണമായിട്ടൊരു ജോലി കിട്ടിയ ഒരാൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ജോലിക്കാരും പല തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. സർക്കാർ മേഖലയിലുണ്ട്, എയ്ഡഡ് മേഖലകളിലുണ്ട്, അൺഎയ്ഡഡ് മേഖലകളിലുണ്ട്, സ്വാശ്രയ മറ്റ് മേഖലകളിലുണ്ട്. അതല്ലാതെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരുപാട് വർക്കേഴ്സ് നമ്മുടെ അവരൊക്കെ പല വിധത്തിലുള്ള ജോലികൾ എടുക്കുന്നുണ്ട്. അവരൊക്കെ ആ ജോലിയിൽ അങ്ങനെ കൂടുകയാണ്. അതാണ് അവരെ സുഖവലയം. ആ ഉള്ളൊരു പൊസിഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനോ അതിന്റെ അപ്പുറത്തേക്ക് പോവാനോ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആളുകളുടെ കോൺഫിഡൻസ് ലെവൽ കൂടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അവരിരുന്ന സ്ഥലത്ത് ആ സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്, ഒരു മാറ്റമില്ല. ആ സീറ്റിൽ അങ്ങനെ ഇരിക്കും. അവിടെ ഇരുന്ന് അങ്ങനെ കാലം കഴിഞ്ഞ് അവിടെ മരിച്ചു പോകും, അല്ലേ. ഇവർക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂടും, ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകുന്നില്ല, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല, ഇന്ററാക്റ്റീവ് സ്റ്റൈൽ വ്യത്യാസമില്ല, കണക്ഷനിൽ റിലേഷൻ ഒരു മാറ്റമില്ല. ആ പോണമായി രാവിലെ എങ്ങനെ വരും, ഇതാരെങ്കിലും പോകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്, മെക്കാനിക്കൽ പ്രോസസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തില് ഇതല്ല വേണ്ടത്. കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ഈ മൈൻഡ് സെറ്റ് തെറാപ്പി പറയാറുണ്ട്. മൈൻഡ് സെറ്റ് തെറാപ്പി, അതിൽ പ്രധാനമായും 5 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ 1ാമത്തെ സ്റ്റെപ്പ് കംഫർട്ട് സോൺ ആണ്. തൊട്ട് മുകളിലെ സ്റ്റെപ്പാണ് ഫിയർ സോൺ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് ഗ്രോത്ത് സോൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് സക്സസ് എന്ന് പറയും.
മൈൻഡ് സെറ്റ് തെറാപ്പി നമ്മൾ പറയും. ആ മൈൻഡ് സെറ്റ് തെറാപ്പിയിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഈ സുഖവലയം എന്ന് പറയുന്ന കംഫർട്ട് സോൺ. നേരെ മുകളിൽ കിടക്കുന്നതാണ് ഫിയർ സോൺ. അടുത്ത മുകളിൽ കിടക്കുന്നതാണ് ലേണിംഗ് സോൺ. തൊട്ട് മുകളിൽ കിടക്കുന്നതാണ് ഗ്രോത്ത് സോൺ. ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളാണ് സക്സസ്. ഞാൻ ആ മേഖലയിലേക്ക് കൂടുതൽ പോകുന്നില്ല, കാരണം നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും താഴേക്കടയിൽ കാണുന്ന ഒരു സാധനമാണ് കംഫർട്ട് സോൺ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കംഫർട്ട് സോണിലാണ്. നമുക്ക് എവിടേക്ക് എത്തേണ്ടത്? സക്സസിലേക്ക് എത്താം. സക്സസ് എവിടെ കിടക്കുന്നത്? ഏറ്റവും ടോപ്പിലായിട്ട് സക്സസ്. അതിന്റെ ഇടയിൽ ആരൊക്കെയുണ്ട്? ഫിയർ സോൺ ഉണ്ട്, ലേണിംഗ് സോൺ ഉണ്ട്, ഗ്രോത്ത് സോൺ ഉണ്ട്. ഈ മേഖലകളൊക്കെ കഴിഞ്ഞിട്ട് വേണം എവിടേക്ക് എത്താൻ? സക്സസിലേക്ക് എത്താൻ. അതുകൊണ്ട് സക്സസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കാൾഡ് ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ട് ലോകത്ത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത ആളുകൾ ആരൊക്കെയാണോ ഉള്ളത്, they will achieve success. Their confidence level is very very high. അവരുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം കൂടുതലായി തന്നെ. നമുക്കറിയാം, നമ്മുടെ പല മഹാന്മാരെടുത്ത് പരിശോധിച്ചാലും ശരി, ഏത് മഹാന്മാരായ ആളുകൾ എടുത്ത് പരിശോധിച്ചാലും ശരി, അവിടെയൊക്കെ കംഫർട്ട് സോൺ അവർ ബ്രേക്ക് ചെയ്ത്. മഹാനായ ഗാന്ധിജി എത്ര സുഖസുന്ദരമായ മേഖലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടാമായിരുന്നു. അതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി മുന്നോട്ട് പോയി കഠിന പ്രയത്നത്തിന്റെ ഭാഗമായി കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു ചാടി. എല്ലാം ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും ശരി, ഒരുപാട് ആള് സയന്റിസ്റ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ആ സയന്റിസ്റ്റുകളൊക്കെ, നമ്മുടെ APJ അബ്ദുൽ കലാം നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. അലൻ കെല്ലർ, തോമസ് ആൽവ എഡിസൺ, ഏതാളെടുത്ത് പരിശോധിച്ചാലും അവരൊക്കെ ആ മേഖലയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഘടകം അവിടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് കംഫർട്ട് സോൺ ആരാണോ ബ്രേക്ക് ചെയ്യുന്നത് അവർക്കാണ് സക്സസിലേക്ക് എത്താൻ പറ്റുന്നത്. അത്തരം ആളുകളുടെ കോൺഫിഡൻസ് ലെവല് ഉയർന്നുകൊണ്ടേയിരിക്കും. അതാണ് 6ാമത്തെ പോയിന്റ്, കംഫർട്ട് സോൺ ബ്രേക്കിംഗ്. ഇനി 7ാമത്തെ പോയിന്റ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക്. അത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 7ാമത്തെ 7th പോയിന്റ് ഓഫ് ദി സെഷൻ. ഈ സെഷന്റെ 7ാമത്തെ പോയിന്റ്, ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കാം. അപ്പൊ നമ്മളെ സമൂഹത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. നമുക്കൊക്കെ പല ആളുകൾക്കും, നമ്മുടെ കുടുംബത്തിലൊക്കെ പല ആൾക്കാരും ടെൻഷൻ കൂടാനുള്ള കാരണം എന്താ? ഞാൻ ഇപ്പൊ ഇങ്ങനെ പോയാൽ അവരെന്താ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? അല്ലെ, ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഈ സാരി എടുത്ത് പോയാല് അവരിപ്പോ എന്താ വിചാരിക്കുക? ഞാൻ ഇങ്ങനെ പോയാൽ അവരെന്താ വിചാരിക്കുക? ഇങ്ങനെ പോയാൽ എന്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും? എന്റെ സുഹൃത്തുക്കൾ എന്നെ വിചാരിക്കും? അല്ലേ? മറ്റുള്ളവര് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവർ എന്തോ ചിന്തിച്ചോട്ടെ, അല്ലെ? എന്നിട്ട് നമ്മൾ അതിന് ടെൻഷൻ അടിക്കുകയാണ്. ഈ ഷർട്ട്, ഈ പാന്റ്, ഈ സാരി, ഈ ചുരിദാർ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. ഇനി ഞായറാഴ്ച ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ അത് തന്നെ ഇട്ടാൽ എന്റെ കൂടെയുള്ള ആളുകൾ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുക? അപ്പൊ നമുക്ക് വീണ്ടും ടെൻഷനായി, പ്രശ്നങ്ങളായി, ബേജാറായി. നമുക്കിവിടെ കോൺഫിഡൻസ് ഉണ്ടാവുക, കോൺഫിഡൻസ് കൂടില്ല, കോൺഫിഡൻസ് കുറയും. കോൺഫിഡൻസ് കൂടണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം, ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് തിങ്ക്. മറ്റുള്ളവർ എന്ത് ചിന്തിച്ചോട്ടെ. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഇത് നമ്മളെ ചിന്തിക്കണം, നമ്മളെ നോക്കുന്ന പണിയാ. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കാനുള്ള സാധനം. മറ്റുള്ളവർക്ക് കല്യാണ വീട്ടില് ഉള്ള ആളുകൾക്കൊക്കെ നമ്മളങ്ങനെ നോക്കുന്ന പണിയാ? അല്ലല്ലോ, ഇപ്പൊ വേറെ എന്തെല്ലാം പണിയുണ്ട്. അപ്പൊ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല. അതിനെ ബ്രേക്ക് ചെയ്യണം. ആ സംഗതിയെ വേണ്ട. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, സമൂഹത്തിന് ഉതകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതേ ഇല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ആൾസോ ഇൻക്രീസ് അവർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. അതും നമ്മുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അത് 7ാമത്തെ പോയിന്റ് ആണ്. കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം, നമ്മളെ ശീലങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ മതി. നമ്മളെ കുടുംബത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ശീലമാണത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, അത് നമ്മൾ വേവ് ചെയ്യണം, ഒഴിവാക്കും. 8ാമത്തെ പോയിന്റാണ്. 8ാമത്തെ പോയിന്റ്. സാറ് വൈകുന്നുണ്ടോ? ഒരു 8 മണിയായി അല്ലേ? ഞാൻ പെട്ടെന്ന് നിർത്തും. ഓക്കെ സാർ, ഓക്കെ. 8ാമത്തെ പോയിന്റ് ആണ്,
മെഡിറ്റേഷൻ ആൻഡ് യോഗ എക്സസൈസ്. കോൺഫിഡൻസ് ലെവൽ കൂടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷൻ. നമുക്കറിയാം, നമ്മൾ ശരീരത്തിനൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിന് ഭക്ഷണം കൊടുത്തേ മതിയാകും. മനസ്സിന് ഭക്ഷണം പിന്നെ ശരീരത്തിലെ ഏറ്റവും ശക്തമായ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ മൈൻഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഏരിയ ഓഫ് ദി ബോഡി എന്നാണ്. മനസ്സാണ്. ആ മനസ്സിന് നമ്മൾ ശക്തി കൊടുക്കണം. മനസ്സിന് ശക്തി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ, സ്മോൾ ടൈപ്സ് ഓഫ് എക്സസൈസ്, യോഗ എക്സെട്ര. ഇതൊക്കെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഡെയിലി യോഗ ചെയ്യുന്ന ആളുകൾക്ക്, ഡെയിലി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക്, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക്, മെഡിറ്റേഷൻ എങ്കിലും മിനിമം, വലിയ വലിയ എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ്, ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി നമ്മളെ എക്സസൈസിന് വേണ്ടി നീക്കി വെച്ചാൽ അവരുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് നിർബന്ധമായിട്ടും വർദ്ധിക്കും. പ്രത്യേകിച്ചും ഏർലി മോർണിംഗിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്താൽ അന്നത്തെ ദിവസം തന്നെ വളരെ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ പല ആളുകളും പാസീവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ആണ്. അതുകൊണ്ട് ഫിസിക്കൽ എക്സസൈസ് നിർബന്ധമായിട്ടും നമ്മുടെ ബോഡിയെ ഉത്തേജിപ്പിക്കും, നമ്മുടെ മൈൻഡിനെ ഫ്ലറിഷ് ചെയ്യിപ്പിക്കപ്പെടും, നമ്മുടെ എല്ലാ കാര്യത്തെയും ഉയർത്താൻ പറ്റി നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഇതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക, ചെറിയ ചെറിയ പിന്നെ ഫിസിക്കൽ എക്സസൈസ്. നമ്മൾ ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഡെയിലി നമ്മൾ ചെയ്യണം. നമ്മളെ പല എക്സസൈസിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ചെയ്യും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്തുണ്ടാവും, ചിലപ്പോൾ ഒരു മാസം കഴിയും. അങ്ങനല്ല, അത് ഡെയിലി നമ്മൾ മനസ്സിൽ വരിക. ലോകത്ത് മനുഷ്യൻ വിചാരിച്ച നടക്കാത്ത കാര്യം ഉണ്ടോ? ഇല്ലല്ലോ. ലോകത്ത് മനുഷ്യൻ വിചാരിച്ച നടക്കാത്ത കാര്യം ഏതാണ്? എന്തും നടക്കും. മനുഷ്യൻ ഞാൻ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞ പോലെ സയൻസിനെ പരാജയപ്പെടുത്തിയ ലോകത്തിലെ വ്യക്തിയാണ് ആര്? മനുഷ്യൻ. സയൻസിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. പക്ഷെ സയൻസിനെ പരാജയപ്പെടുത്തിയ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മറ്റൊന്നാണ്, ഇത് എട്ടാമത്തെ പോയിന്റാണ്. അവസാനത്തെ ഒറ്റ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് പോയിന്റ്, അറ്റൻഡ് വേരിയസ് ട്രെയിനിങ് ക്ലാസ്സസ്. ഇനി കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് വിവിധതരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ പിന്നെ ട്രെയിനേഴ്സ് ആവട്ടെ, കൗൺസിലേഴ്സ് ആവട്ടെ, പല ട്രെയിനേഴ്സിനും കൗൺസിലേഴ്സിന്റെയും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് ക്ലാസ്സുകൾ അവർ കേൾക്കില്ല. അവർക്ക് കിട്ടിയ വിവരം തന്നെ വലുത് എന്നാണ്. നമ്മൾ സാധാരണ നമ്മൾ പറയാറ് നോൺ ഈസ് ഡ്രോപ്പ് ബട്ട് അൺനോൺ ഈസ് ഓഷ്യൻ എന്ന് പറയാണ്. നോൺ ഈസ് ഡ്രോപ്പ്, അറിവൊരു തുള്ളിയാണ്. ബട്ട് അൺനോൺ ഈസ് ഓഷ്യൻ, അറിവില്ലാത്തതാണ് സമുദ്രം പോലെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു കൗൺസിലറായി അല്ലെങ്കിൽ ഒരു ട്രെയിനറായി. ട്രെയിനർ ആർക്കും ആഹ്വാനം അല്ലെ? ഒന്നോ രണ്ടോ ക്ലാസ് കേൾക്കുമ്പോഴേക്ക് അയാളെ പേര് പിന്നെ ട്രെയിനറാണ്. അപ്പൊ പുതിയ പുതിയ ആളുകളൊക്കെ ട്രെയിനറാണ്, എല്ലാവരും ട്രെയിനറാണ്. പക്ഷെ അവര് പുതിയ കാര്യങ്ങൾ പല ട്രെയിനിങ് ക്ലാസ്സിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാല് പിന്നെ പല ട്രെയിനിങ് ക്ലാസ്സുകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നിലവിലുള്ള ആ സാധനം ഇങ്ങനെ ഊട്ടിക്കൊണ്ടുപോവാണ്. അതല്ല, പുതിയ സാധനം കൊണ്ടുവരണം. പുതിയ സാധനം ആർക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ? പുതിയ ക്ലാസ്സുകൾ, ലേറ്റസ്റ്റ് ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് മാത്രമേ പറ്റൂ. ഇപ്പൊ PCTA വലിയൊരു എക്സാമ്പിളാണ്. നമ്മുടെ പുതിയ സംഘടന PCTA പ്രത്യേകിച്ചും 7 മണിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു. കഴിവിന്റെ പരമാവധി അതിലേക്ക് ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് കൂടും. കുറവ് വിജ്ഞാനം കൂടിയാൽ തന്നെ കോൺഫിഡൻസ് വർദ്ധിക്കും. നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ആ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒന്ന് സബ്ജക്ട് കോമ്പിറ്റൻസി. അതൊരു പ്രധാന ഘടകമാണ്. ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയലല്ലോ, ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് അറിവ് നേടുക എന്നുള്ളതിനാണ്. അതുകൊണ്ട് വിവിധ തരം ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ്, കാരണം നമ്മുടെ ട്രെയിനിങ് ഫീൽഡിലുള്ള ആളുകളാണ്, കൗൺസിലിംഗ് ഫീൽഡിലുള്ള ആളുകളാണ്, ഇവർ നിർബന്ധമായിട്ടും ടീച്ചർ ആവട്ടെ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ഇവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിസിനസ് ആവട്ടെ, ചില ബിസിനസ് ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബിസിനസ് ട്രെയിനിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കും. അവർക്ക് ബിസിനസ് ട്രെയിനിങ് തന്നെ ഉണ്ട്, കോർപ്പറേറ്റ് ട്രെയിനിങ് മേഖലകൾ കണ്ടിന്യൂസ് ആയിട്ട് പങ്കെടുക്കും. ഏതൊരു ട്രെയിനിങ്ങിന്റെ ഒരു സെഷനിൽ പോയപ്പോൾ ട്രെയിനർ തൊട്ടടുത്തുള്ള ഒരാളോട് പറഞ്ഞു, നീ ഇതേ ക്ലാസ്സിൽ, എന്റെ ക്ലാസ്സിലടാ 20ാമത്തെ ക്ലാസ് ഒക്കെയാണ് നീ അറ്റൻഡ് ചെയ്യുന്നത്. ഒരാളോട് പറയണം. ഇത് പറഞ്ഞാല് അങ്ങനെ കേൾക്കാന് അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിർബന്ധമായിട്ട് നമ്മുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് കൂടും. ഇങ്ങനെ 9 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി, ഇവിടെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമുക്ക് സക്സസ് വേണം.
ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ട് കോൺഫിഡൻസ് ലെവൽ കൂട്ടണം. കോൺഫിഡൻസ് ലെവൽ കൂട്ടണമെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് ശീലം തന്നെ ഉണ്ടാവണം. നമ്മുടെ മക്കളെ നമ്മൾ പ്രശ്നങ്ങൾ നേരിടാൻ പഠിപ്പിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഒരു കുടുംബത്തിൽ, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ, ഫേസ് ചെയ്യാൻ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ പരിചയപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെങ്ത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യണം, വീക്ക്നെസ്സിനെ നമ്മൾ ഓവർകം ചെയ്യണം, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, പുതിയ സ്കില്ലുകൾ നമ്മൾ അറ്റൈൻ ചെയ്യണം, നമ്മുടെ കംഫർട്ട് സോൺ നിർബന്ധമായിട്ടും ബ്രേക്ക് ചെയ്യണം. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പോയിന്റ് പറയാനുള്ളതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ഒരു ദുഷ്ടചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. മറ്റുള്ളവർ എന്തെങ്കിലും ചിന്തിച്ചോട്ടെ, നമുക്ക് ആ ഭാഗത്തേക്ക് പോവേണ്ടതില്ല. മെഡിറ്റേഷൻ നിർബന്ധമാക്കണം നമ്മുടെ ലൈഫിൽ. ഫിസിക്കൽ എക്സസൈസുകൾ നിർബന്ധമാക്കണം. മിനിമം നമ്മൾ അറ്റ്ലീസ്റ്റ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധമാണ്. ട്രെയിനിങ് ക്ലാസ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ സമൂഹത്തിന് നമ്മളോട് താല്പര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ വിജയ മേഖലയിലേക്ക് നമുക്ക് പോവാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സെഷന് എന്നെ സമീപിച്ചതിൽ, എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ബന്ധപ്പെട്ട സാബു സാർ ഉൾപ്പെടെയുള്ള, മനോഹർ സാർ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ നമ്മുടെ ലത്തീഫ് സാർ ഉൾപ്പെടെയുള്ള, ഉഷാമേം ഉൾപ്പെടെയുള്ള ഇതിനെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ സമയക്കുറവ് കൊണ്ട്, സമയപരിമിതി ഉണ്ടല്ലോ രാത്രി ആയതുകൊണ്ട്, വിശദമായിട്ട് നമുക്ക് പിന്നീട് മറ്റൊരു സെഷനിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഏതായാലും സമയപരിമിതി ഉള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഷാജി സാർ, വളരെ മനോഹരമായ ഒരു ക്ലാസ്. ശരിക്കും കോൺഫിഡൻസിന് ഒരു അടിത്തറ കിട്ടുമെന്ന് പറയാം അല്ലേ? ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്ര സ്ട്രക്ചർഡ് ആയിട്ടുള്ള ക്ലാസ്, 8 പോയിന്റുകളിലൂടെ സാർ അത് വളരെ മനോഹരമാക്കി. ഓരോന്നും മനോഹരമായ എക്സാമ്പിളുകൾ, അസാധാരണമായ മെയ്വഴക്കത്തോടെ എക്സാമ്പിളുകൾ സാർ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊന്നിനും എല്ലാത്തിനും ഒരു ആട്രിബ്യൂട്ട് ചെയ്തു എന്ന് വേണം പറയാം. സാർ പറഞ്ഞ പോയിന്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും ഫേസ് ദ പ്രോബ്ലത്തെ കറക്റ്റായിട്ട് ഫേസ് ചെയ്യുക, തയ്യാറാകുക, ഇറങ്ങി പുറപ്പെടുക അല്ലേ, ഓവർകം വീക്ക്നെസ്, അതുപോലെ തന്നെ ഫോക്കസ് ഓൺ സ്ട്രെങ്ത്, പോസിറ്റീവ് റിലേഷൻഷിപ്പ്, ഡെവലപ്പ് ന്യൂ സ്കിൽ, ഇങ്ങനെ മെഡിറ്റേഷൻ, അതുപോലെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ചിന്തയില്ലാതെ, അതുപോലെ ട്രെയിനിങ് ക്ലാസ് പോലെ അവയർനെസ്, അറിവ് കൂട്ടാൻ തീർച്ചയായിട്ടും സഹായിക്കുക. വളരെ മനോഹരമായി സാർ അത് പ്രസൻറ്റ് ചെയ്തു. തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു ബൂസ്റ്റിംഗ് സെഷനാണ് എന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു വെരി മച്ച് സാർ. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മനോഹർലാൽ സാറിന് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സാർ. ഷാജി സാറ് വളരെ മനോഹരമായ ഒരു ക്ലാസ്. കാരണം ഷാജി സാറെ പറ്റി എനിക്കറിയാം, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, പല പ്ലാറ്റ്ഫോമിലും കാണാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഷാജി സാറിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുന്നത്. പല നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ പല പരിപാടികൾ സംഘടിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ വളരെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മളെ പ്രചോദനാത്മകമായ രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു സന്ദേശം അത് നമ്മുടെ ഉള്ളില് നമ്മുടെ തളർച്ചയിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഉയർത്തിയിട്ടുണ്ടാവും. പല അനുഭവങ്ങളും നമുക്കൊക്കെ ഉണ്ടാവും. ഒരു വാക്ക്, സ്പാർക്കിംഗ് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ സ്പീച്ച് തന്നെയാണ് ഇത് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് സാർ ഇവിടെ പറഞ്ഞ പോലെ എനിക്ക് കഴിയില്ല, ആത്മവിശ്വാസത്തിന്റെ കുറവാണ്. നമുക്ക് പലപ്പോഴും അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഗ്രാബ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇന്നത്തെ സമൂഹം മിക്കവാറും കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കൂ, നമ്മളെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾക്ക് ഉയരാനും നോളജ് അപ്ഡേഷൻ ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മളെ എത്ര പേര് നമ്മളിതിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നത് നമുക്ക് തന്നെ അറിയാം. ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്, കഴിവുള്ള ആളുകളുണ്ട്, പിന്നെ പുറത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പ്ലാറ്റ്ഫോം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ. കാരണം നമ്മൾ കുറച്ചും കൂടിയൊക്കെ കുറേം കൂടിയൊക്കെ വിപുലമായ രീതിയിൽ ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറണം. നോളജ് അപ്ഡേഷൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഇതിലിപ്പം പല ആളുകളും നമ്മളിവിടെ കാര്യങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു അറിവും ചെറുതല്ല, ഏതൊരു അറിവും വലുതായിട്ട് തന്നെ നമ്മൾ കാണണം. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം നമ്മൾ കേൾക്കുന്നുവോ അത്രത്തോളം നമ്മളെ അറിവും നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുവാനൊക്കെ ഇങ്ങനെയുള്ള പ്രചോദനാത്മകമായ ക്ലാസ്സിലൂടെ നമുക്ക്
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ മാതിരി എല്ലാം അറിയുന്നു എന്നുള്ള ധാരണയല്ല. എനിക്ക് അറിയാത്തത് പഠിക്കാനും കൂടിയുള്ള അവസരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു മനോഭാവം നമ്മൾ സെറ്റ് ചെയ്താൽ നമുക്ക് ആരിൽ നിന്നും എന്തും പഠിക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇത് പറഞ്ഞ പോലെ ഡാറ്റ ഇന്നിപ്പോ നമ്മളിപ്പോ എവിടെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റാസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ ഡാറ്റാസ് നമ്മുടെ ഉള്ളിൽ എത്തിക്കുകയും നമ്മൾ അതിനനുസരിച്ച് മാറുകയും വേണം. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടാവുന്ന സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മളിപ്പോ കൗൺസിലേഴ്സ് ആണ്, ട്രെയിനേഴ്സ് ആണ്, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളെ സ്കില്ല് അപ്ഡേറ്റ്, നിങ്ങൾക്ക് സ്കില്ലിൽ കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. നമ്മളെ ആളുകൾ വരാനുള്ള കാരണം എന്താ? നമുക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് അവർ ഗൈഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്നതുകൊണ്ടുള്ള ഒരു തോന്നലാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും സ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. സ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പരാജയങ്ങൾ അതിൽ പറ്റിയാൽ തന്നെ അത് പാഠമായിട്ട് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ, ഇപ്പൊ സാർ പറഞ്ഞ സ്കിൽ അപ്ഡേഷനെ വെച്ചിട്ട് പറയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആലോചിക്കാം. ഞാൻ ഇവിടുന്ന് വായിച്ച ഒരു കാര്യമാണ്. നമുക്കൊരു കമ്പ്യൂട്ടറിന്റെ മാനുവൽ നമുക്കറിയാം. കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യിക്കണം എന്നുള്ള മാനുവലൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കും. നമ്മളൊരു ഗാഡ്ജറ്റ് മാനുവൽ നമുക്കറിയാം. പക്ഷേ നമ്മളെ ബ്രെയിനിന്റെ മാനുവൽ നമുക്കറിയില്ല. നമ്മളെ ബ്രെയിൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ മനസ്സെങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിന്റെ യൂസർ മാനുവൽ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാരും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള, ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിലുള്ള കഴിവ്, നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിന്റെ കഴിവ്, നമ്മുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ അവയവങ്ങളും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത്ര പെർഫെക്റ്റ് ആയുള്ള സാധനം ഉപയോഗിക്കാനുള്ള യൂസർ മാനുവൽ നമ്മളെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണെന്ന് പറയുക. പക്ഷെ നമ്മുടെ കുറേ പേര് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും നേതാക്കൾ സ്ഥിരം വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഈ ആളുകൾക്കൊക്കെ എനിക്കറിയാം, ഇവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവർക്കും പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ആളുകളാണ് അവർ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ നമ്മൾ PCTA ഉദ്ദേശിക്കുന്നു. അതിനെ സഹായിക്കാൻ സാബു സാർ ഇവിടെയുണ്ട്. സാബു സാർ വളരെ കമ്മിറ്റഡ് ആയിട്ട് എല്ലാ ദിവസവും, നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കും അല്ലേ, ഞാനിപ്പോ ഈ മീറ്റിങ്ങിൽ നമുക്ക് വരുന്നെങ്കിൽ പ്രയാസമാണ്, അങ്ങനെ ഓരോ മീറ്റിംഗ് നമ്മൾ എത്തിപ്പെടുകയാണ്. അപ്പം രാജു സാർ പോലുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഈ വേദികളെ അലങ്കരിക്കണം. അതുപോലെ ഇപ്പൊ നാളെ അമർജ്യോതി മാം ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള അതിഥി മാം ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ എക്സലന്റ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോ നമ്മുടെ പല ഭാഗത്തും നല്ല ജില്ലകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും സൂപ്പറായിട്ടുള്ള പറയാൻ സാധിക്കുന്ന, വ്യക്തമായി സംവദിക്കാൻ സാധിക്കുന്ന ആളുകളുണ്ട് എന്നത് നമുക്കൊരു അഭിമാനമായ കാര്യമാണ്. സാറിന്റെ ഈ ക്ലാസ് വളരെ സൂപ്പറായിട്ടുണ്ട്. എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും നമ്മുടെ PCTA സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അറിയിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. നാളത്തെ നമ്മുടെ കോട്ടയം PCTA ഉണർവിന്റെ പ്രോഗ്രാം ലേണിംഗ് വിത്ത് മൊഡാലിറ്റീസ്. യെസ്, അതിൽ ഒരാളെന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. സാർ ഒറ്റ മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു. അമർജ്യോതി മാം എടുക്കുന്നത് നാളെ വൈകുന്നേരം 7 മണിക്ക്. ഓക്കെ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. നിത്യ അവിടെ ഉണ്ടോ? നിത്യ ഇവിടെ ഉണ്ട്. നിത്യ വേണേ ചോദിക്കൂ, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കൂ. അതില് നമ്മളുടെ വാല്യൂ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ വർക്ക് ചെയ്യും, അതല്ലേ ചോദിച്ചത്? അതെ, യെസ്. അപ്പോ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ തിരിച്ചറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മളത് സ്റ്റണ്ടായിട്ട് പോകേണ്ടതില്ല. നമ്മൾ പരമാവധി നമ്മൾക്ക് ആ സ്ഥാപനത്തിന് അനുയോജ്യമായുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിട്ട് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുന്നു. കാരണം സ്ഥാപനത്തിന് നമ്മളെ കൂടെ വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോ നമ്മുടെ വാല്യൂ തിരിച്ചറിയാത്ത ആളുകളുടെ ഇടയിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു ചോദിച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ആൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി വാല്യുബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിനും നാട്ടിനും ഉപയോഗപ്രദമായ രീതിയിൽ മുന്നോട്ട് പോവുക.
അത് പിന്നെ അവർക്ക് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു സാർ. എന്തെങ്കിലും ലത്തീഫ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുമ്പ് അബ്ദുൽ ലത്തീഫ് സാറിലേക്ക് ഒന്ന് പോവാം. അബ്ദുൽ സാർ, ലത്തീഫ് സാർ. ഓക്കെ, താങ്ക് യു. വളരെ ഒരു അടിപൊളി ക്ലാസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷാജി സാറെ ക്ലാസ് പലതും ഞാൻ കേട്ടതാണ്. സാറ് ക്ലാസ് എടുക്കുമ്പോൾ അത് ഒരു അറ്റൻഷനോടുകൂടി ഇരിക്കാൻ നമുക്ക് തോന്നുന്നത് അത് ആ ഷാജി സാറിന്റെ ആ ഒരു ക്ലാസിന്റെ ആ ഒരു രീതി അങ്ങനെയാണ്. കാരണം വെറുതെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവുകയല്ല ചെയ്യുക. സാർ എപ്പോഴും അത് വളരെ സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. നല്ല ക്ലാസ് ആയിരുന്നു, വണ്ടർഫുൾ. എന്തായാലും നമുക്ക് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടുകയപ്പോൾ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് മനോഹർലാൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്മളിത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഉപയോഗപ്പെടുത്താത്ത ഏതൊരു വസ്തുവും അത് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും, അല്ലെങ്കിൽ തുരുമ്പുടിച്ചു പോകും എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇത്രയും നല്ല ബെസ്റ്റ് പ്ലാറ്റ്ഫോമും നല്ല ട്രെയിനേഴ്സും കൗൺസിലേഴ്സും ടീച്ചേഴ്സും സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉള്ള ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ് നമ്മൾ കൊടുക്കുകയും അതുവഴി മറ്റുള്ളവരിൽ നിന്ന് വലിയ വലിയ മെസ്സേജ് നമുക്ക് തിരിച്ച് വാങ്ങിക്കാനൊക്കെ കഴിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ മാക്സിമം എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. ഒരു നല്ലൊരു ടീം തന്നെ നമ്മളെ നയിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം സാബു സാറൊക്കെ ഇതിനു വേണ്ടിയിട്ട് അത്രയും ഒരുങ്ങി തിരിച്ചു വന്നിട്ടുള്ള അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ സാറ് വേണ്ട രീതിയിലുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ട്രാക്കിലേക്ക് ഒന്ന് നിന്ന് കൊടുത്താൽ മതി. ക്യൂവിൽ നിൽക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. വളരെ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു ഇന്ന്. ഒരിക്കലും നമുക്ക് ആ ഒരു മണിക്കൂറും 10 മിനിറ്റും എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റാൻ കഴിയും. എല്ലാവരും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, രമാവതി മാം എന്തെങ്കിലും പറയുന്നു? ഓക്കെ, ദെൻ അമർജ്യോതി മാം ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിക്കാം. രമാവതി മാം വന്നോ? പറഞ്ഞോളൂ. രമാവതി മാം പറയും. സൗണ്ട് ക്ലിയർ അല്ല. യാത്രയില്ല. കേൾക്കുന്നില്ല മാം, കേൾക്കുന്നില്ല. സൗണ്ട് പ്രശ്നമുണ്ട്. അമർജ്യോതി മാം പറയും. ക്ലിയർ ആവുന്നുള്ളൂ അല്ലേ? അമർജ്യോതി മാം കേൾക്കുന്നുണ്ടോ? യെസ് സർ. ആ, ഞാൻ പെട്ടെന്ന് അത് തെറ്റി ക്യാമറ മാറിപ്പോയതാ. ക്യാമറ മാറിപ്പോയി. സോറി. കുഴപ്പമില്ല, പറഞ്ഞു. പരിപാടിയിലാണ്. ക്യാമറ മാറിയിട്ടുള്ളത്. എന്ത് സാർ അത്? ക്യാമറ എങ്ങനെ? ക്യാമറ ബാക്ക് ക്യാമറ ഇപ്പൊ കാണുന്നത്, അതുകൊണ്ട് ക്യാമറ ആംഗിൾ മാറിപ്പോയി. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഷാജി സാറിനും സാബു സാറിനും നന്ദി പറയുന്നു ഇങ്ങനൊരു ക്ലാസ് തന്നതിന്. അതായത് സാറിന്റെ ക്ലാസ് വളരെ ഷോർട്ട് ആയിരുന്നു. വളരെ കാച്ചിക്കുറുക്കി എടുത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഞാനിപ്പോ സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അതായത് ഈ കുട്ടികളിലെ കോൺഫിഡൻസ് കുറയാനുള്ള ഒരു പ്രധാന കാരണം പാരൻസ് ആണ്. പാരൻസ് ഒന്നും അവരെ ഫേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല. ഇപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് ഒരു കുട്ടി കൗൺസിലിംഗ് വന്നു. ആ കുട്ടി പാരൻസ് വളരെ നല്ല സപ്പോർട്ടീവാണ്, ഒക്കെയാണ്. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവള് പറയുന്നത് വെച്ചാൽ അവൾക്ക് 94.6% കിട്ടി 10th. അപ്പൊ അമ്മക്ക് സങ്കടം. അമ്മ എന്നോട് പറഞ്ഞ സാരമില്ല, പക്ഷെ അമ്മേന്റെ സങ്കടമാണ്. എനിക്ക് ഇത്രേ കഴിവുള്ളൂ, നീ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെ. അമ്മ ഇങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ തുടക്കത്തിലൊന്ന് സാരമില്ല എന്ന് പറഞ്ഞാലും അമ്മേന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അവളെ കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നു. അപ്പൊ ഞാൻ അവളെ കോൺഫിഡൻസ് കുറയാനുള്ള കാരണം അമ്മയാണ്. അവളെ പരീക്ഷയ്ക്ക് ആൻസൈറ്റി ആയിട്ടാണ് വന്നത്. പക്ഷെ ആൻസൈറ്റി ഉണ്ടാവാനുള്ള ഒരു കാരണത്തിന്റെ പിന്നിൽ അമ്മയാണ് അതിന്റെ കൾപ്രിറ്റ്. പലയിടത്തിലും അങ്ങനെയാണ്. കുട്ടികൾ ഫേസ് ചെയ്തിട്ട് പഠിക്കണം, എന്നാലേ അവരെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുള്ള സാർ അത് ഒന്നുകൂടി
അരക്കിട്ട് ഉറപ്പിച്ചിരിക്കാൻ. സാർ പറഞ്ഞ ഓരോ പോയിന്റും വളരെ ഗംഭീര പോയിന്റ്സ് ആണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഈ താങ്ക് യു. ഇനി ആരാ ഉള്ളത്? ആരാ ക്ലാസ് എടുക്കാൻ പറയാനുള്ളത്? കമൻസ് പറയാൻ അഡ്മിറ്റ് ചെയ്താൽ മതി. റോയ് സാർ ഉണ്ടോ? ജോർജ് സാർ, മാത്യു സാർ, നിത്യ, അനിൽകുമാർ, പത്മ മാം. നല്ല ക്ലാസ് പറയും അനിൽകുമാർ സാർ പറയും. നന്നായിട്ട് എനിക്ക് തോന്നി. ആ, പിന്നെ ഇതിന്റെ മനസ്സിന്റെ പ്രവർത്തനം മാനുവലായിട്ട് നമുക്കറിയില്ല എന്നുള്ളതും അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനുള്ള പഠനമാണ് നമ്മുടെ തുടർ വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നന്നായി. നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞ എല്ലാ കൗൺസിലർമാർക്കും സൈക്കോളജിസ്റ്റുകൾക്കും തോന്നുന്ന സംഭവമുണ്ട്, നമ്മൾ പഠിച്ചത് മാത്രമാണ് പഠനം, ഇതിലപ്പുറം ഒന്നുമില്ല എന്നുള്ളത്. ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, മാനസികമായ സംഭവത്തിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പേ സാബു സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് എൻ്റെ ഈ ഒരു ഉൾക്കണ്ണ് തുറന്നത്. സാറിൻ്റെ ആ ഒരു ക്ലാസ് എനിക്ക് വല്ലാതെ അട്രാക്റ്റീവായി തോന്നി. ഇത് പഠിച്ചതല്ല സാറേ, ഓരോ ദിവസവും വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലതും പഠിച്ച തിയറിയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഓരോ വ്യക്തികളും വരുന്ന അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, ഇതൊക്കെ മൊത്തത്തിൽ ഒരു വ്യക്തി എവിടെ നിന്നാണോ വരുന്നത് അവർ, അതേപോലെ തന്നെ വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും സമൂഹത്തിൽ വലിയ ഉന്നതരായിട്ടുള്ള ആൾക്കാരും അവർ ഈ ഓരോ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്നവർ അവരാർജിച്ച വിദ്യാഭ്യാസം, അനുഭവ പരിചയം, ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുള്ള കാഴ്ചപ്പാട് എനിക്ക് ഇപ്പോഴാണ് വന്നത്. അതുകൊണ്ട് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സാബു സാറിൻ്റെ നേതൃത്വം നന്നായിട്ട് നടക്കട്ടെ. ഐ ആം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നി ഇന്നത്തെ ക്ലാസ്. ഷാജി സാറിൻ്റെ ക്ലാസ് നന്നായിട്ട് തോന്നി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, അനിൽകുമാർ സാർ പറയും. സാറ് നല്ല ക്ലാസ്സായിരുന്നു. നമ്മളെല്ലാവരും ഒന്ന് വിചാരിക്കേണ്ട, ഏത് ക്ലാസ് എടുക്കുമ്പോഴും എവിടെ പോകുമ്പോഴും ഈ സാറെന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ, കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ വച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ഏത് കാര്യവും വളരെ സക്സസ് ആക്കാൻ സാധ്യം ആകും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് എല്ലാം എനിക്ക് ഏറ്റവും മനസ്സിലായ പോയിന്റ്സ്, ആ 7 പോയിന്റ്സും നമ്മൾ ഫേസ് ചെയ്യണം. അതുപോലെ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി നമ്മുടെ സ്ട്രെങ്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ, പോസിറ്റീവ് റിലേഷൻഷിപ്പിൻ്റെ എക്സാമ്പിളൊക്കെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വളരെ നമ്മുടെ മനസ്സിൽ നല്ലപോലെ തറച്ചിരിക്കുകയാണ്. എല്ലാ തരത്തിലും എല്ലാ പോയിന്റും നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമായി തീരുക. എല്ലാ വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരാ പറയാനുള്ളത്? അഡ്മിറ്റ് ചെയ്തു കേട്ടോ. പത്മ മാം പറയും. എല്ലാവർക്കും നമസ്കാരം. വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് അഡ്വർടൈസിങ്ങിന്റെ കാര്യം, അങ്ങനെ കുറെ കാര്യങ്ങൾ ആ വിശദമായി പറയുന്ന ആ രീതി കൊണ്ട് തന്നെ നന്നായി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ തോന്നിയത് വളരെ വിലപിടിപ്പുള്ള ഓർഗാൻസ് എല്ലാം കൊണ്ട് നടത്തുന്ന നമ്മളാണ് പറയുന്നത് നമുക്ക് ഒന്നുമില്ല, ഒരു കഴിവുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ശ്വസിക്കാൻ ജീവിക്കാനുള്ളൊരു കഴിവ് തന്നെ അതും പ്രധാനമല്ലേ. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ കംഫർട്ട് സോണിനെ പറ്റി പറഞ്ഞതും വളരെ ശരിയായ ഒരു കാര്യമാണ് തോന്നുന്നത്. അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മൾ അവിടെ ഇരുന്ന് ഉറങ്ങുക ചെയ്യുക, ശരിക്കും ഒരു ഡെവലപ്മെന്റും ഉണ്ടാവില്ല. അത് ബ്രേക്ക് ചെയ്യാൻ വളരെ റിസ്ക് എടുത്തിട്ട് ചെയ്യണ്ടേ. ആ റിസ്ക് എടുക്കുന്നവർ തന്നെയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടും ഉള്ളത്. അല്ലാതെ നമ്മൾ അവിടെ ഇരുന്ന് സുഖമായി ഉള്ളതും കൊണ്ട് അങ്ങനെയാണ് ഇരിക്കും. പുതുതായിട്ടൊന്നും പഠിക്കാനും പറ്റില്ല, ഒന്നും പറ്റൂല. പിന്നെ എനിക്ക് ഒരു ചോദ്യം, വായനക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്താനുള്ള കഴിവുണ്ടോന്ന്. കാരണം അതൊരു മെഡിറ്റേഷന്റെ ഫലം ചെയ്യൂലേ എന്നുള്ളൊരു ചോദ്യം. വർദ്ധിപ്പിക്കും. പിന്നെ വേറെ ഒന്ന്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ മറ്റുള്ളവർ പെരുമാറണം എന്നില്ലല്ലോ.
അപ്പോ അതില്ല. അത് നമ്മളെ നിരാശരാക്കൂല. നമ്മളെ ചുറ്റുമുള്ളവരെ അങ്ങനെ നമ്മളെ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അപ്പൊ അതും അല്ല കോൺഫിഡൻസിനെ ബാധിക്കൂലേ? അത് ബാധിക്കും. അതായത് അതിപ്പോ ചില ആളുകൾ ഇപ്പൊ നമ്മൾ കൂടുന്ന ടീമില് നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണെന്ന് വിചാരിക്കും. ചില ആൾക്കാർ ഹൈലി നെഗറ്റീവാണ്. ഒരു കാര്യം എന്തെങ്കിലും പറയുമ്പോ അത് പിന്നെ ആദ്യം തന്നെ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇഫ് ദ ഫസ്റ്റ് റെസ്പോൺസ് ഈസ് യെസ്, സക്സസ് ഈസ് ദ റിസൾട്ട്. ഇഫ് ദ ഫസ്റ്റ് റെസ്പോൺസ് ഈസ് നോ, ഫെയിലർ ഈസ് ദ റിസൾട്ട് എന്നാണ്. അതായത് ചില ആൾക്കാർ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എന്നോട് കഴിയില്ല അന്നെങ്ങനെ പറയാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു എതിര് ആ സംഗതി നടക്കാതെക്കാനുള്ള ചില കാര്യങ്ങളാണ് നമ്മളെ ചില മീറ്റിംഗ് ഒക്കെ വിളിച്ചാൽ കാണാൻ പറ്റും. ആ പരിപാടി നടക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുക. അങ്ങനത്തെ ആളുകൾ കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ നമ്മളത് പോസിറ്റീവാണ്, കുഴപ്പമില്ല, പിന്നെ നമ്മൾ നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു അപ്പൊ എന്നുള്ളതാണ്. അത് നമ്മളങ്ങനെ അത് എങ്ങനെ പെരുമാറിയാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കാൻ വേണ്ട, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ പറഞ്ഞ് മാറ്റിക്കാൻ നമുക്ക് അതത്രത്തോളം ശരിയാവും അല്ലേ? നമ്മളെ എക്സ്പീരിയൻസ് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അതെല്ലാം ബുദ്ധിമുട്ട്. അപ്പൊ അവരെ എങ്ങനെ ആയിക്കോട്ടെ നമ്മള് മാറാണ്ട്. യെസ് യെസ് യെസ്. പൊതുവെ നല്ലൊരു സമൂഹത്തിൽ ക്ലാസ് അങ്ങനെയുള്ള തന്നെ. സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് അതെ അതെ നമ്മൾ അതെ, സമൂഹത്തിലുള്ള ശ്രദ്ധാപൂർവം സാധ്യത കൈകാര്യം ചെയ്യും. അതെ, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു നമ്മൾ നോക്കണ്ട. നമ്മൾ ശരിയാണെങ്കിൽ അതെ അതെ അതെ, അതാണ് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞത്. പലപ്പോഴുള്ള പ്രശ്നം അതാണ്, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു. നമുക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉള്ള കുറെ ആൾക്കാർ കൺഫ്യൂഷൻ വരാറുണ്ട്. അവിടെ ഈ പ്രശ്നം അതാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. അത് നമുക്ക് നോക്കണ്ട. മറ്റുള്ളവർ എന്താ ചിന്തിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. നമുക്കറിയോ? നമ്മൾ അത് ചിന്തിക്കുന്നത്. നമ്മളത് ബാധിക്കുകയും ചെയ്യുമ്പോ അതൊരു പ്രശ്നമായിട്ട് അതെ, നമ്മളങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. ഓക്കെ. അല്ല, അതാണ് നല്ലൊരു ശരിക്കും ക്ലാസ്. ജീവിതത്തിലെ പ്രതിസന്ധി. അതാണ് നമ്മളെ ചുറ്റുപാടുകൾ നമ്മളെ പുറകോട്ട് വലിക്കും. അപ്പൊ അവിടെ ഉയർന്നു നിൽക്കുന്നതാണ് കോൺഫിഡൻസ്. അതിനുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, സാഹചര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ മെഡിറ്റേഷൻ, സൈലൻസ് ഒക്കെ വളരെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തലങ്ങളാണ്. ഈ സമയത്ത് ഉണ്ടായിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് അനുകൂലമായി വരും. ബുദ്ധൻ പറഞ്ഞ മാതിരി അല്ലേ സാറേ? ബുദ്ധൻ പറഞ്ഞ ഡ്രോപ്പ് ഇറ്റ് ഡ്രോപ്പ് ഇറ്റ് ഡ്രോപ്പ് അതെ ഇറ്റ്. അതെ. വേണ്ടാത്ത അതുപോലെ ഡ്രോപ്പ് ചെയ്തല്ലേ, അതുപോലെ വേണ്ടുന്ന നമ്മൾ പറയാറില്ലേ, മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞ ചില Yes, yes. അതൊരു ഭൂഷണമായിരിക്കും. എവിടെ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുക. അതാണ് നമ്മുടെ അതെ. അപ്പൊ കോൺഫിഡൻസിന്റെ കാര്യം. ചിലപ്പോ മൗനം മാത്രമായി ജീവിക്കേണ്ടി വരും, ചിലരതായിട്ട് സൈലന്റ് ആയി പോകുന്നത്. അല്ല, എപ്പോഴും നമ്മൾ ജയിക്കണമെന്ന് വിചാരിക്കേണ്ട. കാണുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് സമൂഹത്തിൽ. തോക്കാനും നമ്മൾ തയ്യാറായിക്കോളും. അതന്നെ അതന്നെ. അതെ അതെ. നമുക്ക് മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. സാറേ ട്രെയിനിലാണ് സാറേ, അപ്പൊ ഒച്ച കേൾക്കുമെന്ന് അറിയില്ല. പറഞ്ഞോളൂ. ഞങ്ങൾ എത്ര പറഞ്ഞോളൂ. കാലം കണ്ടിട്ട്. സാറേ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ കോൺഫിഡന്റ് എന്ന് പറയുന്നത്. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കയറിയത്. കാരണം എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾക്ക് ശരിക്കും പാരന്റ്സ് കൊടുക്കുന്നത് ചിലപ്പം അങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന പാരന്റ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ കുട്ടി തയ്യാറാണെങ്കിൽ അത് ഇവനെ കൊണ്ടാവൂല എന്ന് ആ കുട്ടീന്റെ മുമ്പ് തന്നെ പറയും. അത് ഇവനെ കൊണ്ടാവൂല, വെറുതെ എന്തിനാ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ കുട്ടികൾ ഡൗൺ ആവും. അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിലെല്ലാം പിന്നെ പാസ്സാവൂല എന്നുള്ള രീതിയിൽ തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ട്യൂഷൻ ആണെങ്കിലും കൊണ്ടുപോയി ചേർത്താലും പറയും എന്നെ കൊണ്ടതാവൂല, കുറെ പഠിക്കാൻ. അതാദ്യം പറയും കുറെ പഠിക്കാനുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ സാറിന്റെ പോലത്തെ ഇപ്പൊ പറഞ്ഞ പോലത്തെ കുറെ പോയിന്റ്സ് ക്ലാസ്സിൽ അങ്ങനെയുള്ളവർക്ക് ഇരുത്തിരി കൊടുക്കേണ്ട ക്ലാസ് ആണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഒരുപാട് സാറ് പറഞ്ഞ കാര്യങ്ങള് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. അതായത് കുട്ടികൾക്ക് ഇങ്ങനെ പരീക്ഷ പേടിയെല്ലാം ഉണ്ടാവില്ല. പരീക്ഷനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്ക് കുറഞ്ഞാല് ഈ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫിഡന്റ് കുട്ടികൾക്ക് കുറയുന്ന എന്താ പറയാ സാറേ, ഈ പരീക്ഷയ്ക്ക് പോകുമ്പോ തന്നെ എല്ലാം A+ കിട്ടിയിരിക്കണേ, എല്ലാം A+ കിട്ടിയിരിക്കണം. അതായത് ഇപ്പം പിന്നെ മനോജ് സാറ് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മുമ്പിന്ന് എന്റെ മോന് ഒരു A+ കുറഞ്ഞു പോയാല് നമ്മളെ എല്ലാരും ശ്രദ്ധിക്കപ്പെടുക, അങ്ങനെ ആ കുട്ടീനെ വല്ലാത്തൊരവസ്ഥയിൽ. പക്ഷെ എല്ലാ A+ കിട്ടിയാലും പിന്നെ ഈ കുട്ടി അവസാനം എത്തിപ്പെടുന്ന എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുമ്പോൾ സ്കൂളിലുണ്ടല്ലോ സാറേ, 3 കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞു അവരെല്ലാരും A+ ആയിരുന്നു SSLCക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മക്കളെ ഇങ്ങനെ എടുക്കാൻ കാരണം എന്താ? അപ്പൊ അവര് പറയാണ്
നമുക്ക് 3 പേർക്കും കളക്ടർ ആവണമെന്ന്. അപ്പൊ അതാണ് ആ കുട്ടികൾക്ക് അതാണ്. അതായത് കുട്ടികൾക്ക് അറിയാം എന്ത് സബ്ജക്ട് സെലക്ട് ചെയ്ത് സയൻസ് ഗ്രൂപ്പ് മാത്രമല്ല ഏത് പഠിച്ചാലും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു സാർ. സാബു സാർ, അനോ സാർ, സാർ. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഷാജി സാറിൽ നിന്ന് കേട്ട് വൈൻഡപ്പ് ചെയ്യാം. ഷാജി സാർ, ഫൈനൽ കൺക്ലൂഷൻ പറഞ്ഞോളൂ. സാറേ അല്ല സാർ, ഒന്ന് കൺക്ലൂഡ് ചെയ്തോളാൻ പറഞ്ഞാലും ഇപ്പൊ ആയിക്കോട്ടെ. കേട്ടതിൽ നിന്നൊക്കെ ഓക്കെ. കൂടെ സാർ. പിന്നെ ഇനി ആരുമില്ലല്ലോ, ഏതായാലും വളരെയധികം സന്തോഷം. പിന്നെ ജീവിതത്തില് പകർത്തേണ്ട കാര്യമാണ് നമ്മള്. പിന്നെ ലേണിങ്ങിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മളിതിലെ പോയിന്റുകളൊക്കെ ഇപ്പൊ പലതും നമ്മൾ കേട്ടതായിരിക്കും. കാരണം നമ്മളൊക്കെ പല ക്ലാസ്സുകളിലായിട്ട്, പ്രത്യേകിച്ച് PCTന്റെ പല ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇതിന് പലതും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി പിന്നെ അറ്റൈൻ ചെയ്യുക. പിന്നെ ഈ നെഗറ്റീവ്സ് ആണോ പോസിറ്റീവ്സ് ആണോ സമൂഹത്തിൽ കൂടുതലെന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ നെഗറ്റീവ്സ് ആണ്. പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, ഒരു എക്സാമ്പിൾ പറയാം, ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഉടനെ തന്നെ മറ്റു കുട്ടികൾ പറയും, വട്ടാലേ എന്തപ്പോ ഇതുവരെ അങ്ങനെ ഒരു രീതി. മനസ്സിലായില്ല? അത് ഇംഗ്ലീഷ് തന്നെ ഹിന്ദി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇത്. കാരണം കുട്ടി ആ രീതിയിലേക്കൊന്ന് വരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരെ അതിനെന്തെങ്കിലും അത് നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു സംഗതി സമൂഹത്തിൽ എന്തായാലും അത് ഉണ്ടാവും. അത് അത്തരം സംഗതികൾ ഇനി പിന്നെ കൂടെയുള്ളൂ. പിന്നെ പലതിലും പല ആളുകളുടെ മൈൻഡിൽ സ്റ്റാമ്പിംഗ് ആയി കിടക്കുന്ന കുറെ സാധനമുണ്ട്. സ്റ്റാമ്പിങ്, ആ സ്റ്റാമ്പിങ് മാറ്റാൻ ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. പിന്നെ അവനവൻ മാറാൻ അല്ലെ, മാറ്റം പൊതുവെ ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. മാറ്റം ആർക്കും ഇഷ്ടമല്ല. നമുക്ക് ലോകത്തെ മാറ്റുന്നതിനേക്കാൾ എളുപ്പം, മറ്റുള്ളവരെയൊക്കെ മാറ്റുന്നതിനേക്കാളും എളുപ്പം അവനവൻ മാറലാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊക്കെ അതിനനുസരിച്ച് മാറാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഓരോ മേഖലയിലും നമ്മൾ പരമാവധി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നാളെ നമുക്ക് അമർജ്യോതി മാമിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാം, ലേണിംഗ് വിത്ത് മൊഡാലിറ്റീസ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഇതെല്ലാം ശരീരത്തിലെല്ലാം ഉണ്ട് കേട്ടോ സാറേ. ഒരു സമാധാനായി, സാറ് PPT ഉപയോഗിക്കേണ്ട ക്ലാസ് ഇടും, അതുകൊണ്ട് എനിക്കും അങ്ങനെ എടുക്കാലോ നാളെ. PPT ഞാൻ ചെയ്തു തരാം, കുഴപ്പമൊന്നുമില്ല. PPT ഉപയോഗിക്കണം നിർബന്ധമില്ല. PPT ഉണ്ടെങ്കിൽ കാണാൻ ഇച്ചിരി ക്ലിയർ ആയി, ഇപ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ ഒരു രസം. പക്ഷെ അല്ലെങ്കിൽ ഷാജി മാഷ് സാർ എടുത്ത് പറഞ്ഞ പോലെ മനോഹരമായ കഥകൾ പറഞ്ഞോളൂ അല്ലേ. കഥ പറയുമ്പോൾ എല്ലാം അതിൻ്റെ അകത്ത് ശരിക്കും പറയും സാൻഡ്വിച്ച് പോലെ അങ്ങ് പോകും. എല്ലാ കഥകളും നമ്മൾ കേട്ടിട്ടുള്ളതാണെങ്കിലും സാറിന്റെ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അമർജ്യോതി മാമിന്റെ നാളത്തെ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ യാത്രയിലാണ്, രാവിലെ പോകും. ഓക്കെ, ഞാൻ റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. ഓക്കെ, ഫീഡ്ബാക്ക് തന്നാ മതി. പിന്നെ കൊയിലാണ്ടി ഞാൻ മലപ്പുറത്താണ്, അടുത്താണല്ലോ. കോഴിക്കോട് കമ്മിറ്റി. മനോഹർ സാർ അയൽവാസിയാണോ? നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് നമ്മുടെ കോഴിക്കോട് മലപ്പുറം വേറെ 2 ജില്ലയല്ലേ? കമ്മിറ്റി മെമ്പറാണ്. ആണ്, പക്ഷെ അടുത്തടുത്താണ്. ഞങ്ങൾ അടുത്തടുത്താണ്. ഞാൻ ഈ ബോർഡറിലാണ്, അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് 2 ജില്ല ആയതുകൊണ്ടാണ്, അടുത്തടുത്തുള്ള ജില്ല ആയതുകൊണ്ടാണ് അയൽവാസികൾ എന്ന് പറഞ്ഞു. ഷാജി സാറേ അമർജ്യോതി മാം നല്ലൊരു റൈറ്ററും കൂടെയാണ് കേട്ടോ. മാമിന്റെ ഒരു ബുക്ക് ഉണ്ട്, കൗൺസിലിംഗ് അനുഭവങ്ങൾ, അത് വായിക്കേണ്ടതാണ്. അവതാരിക എഴുതാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഡോക്ടറാണ് അവതാരിക എഴുതിയത്. പ്രകാശനത്തിനും പോയിരുന്നു, പ്രകാശന പരിപാടിക്ക് പോയി. നല്ല ചടങ്ങായിരുന്നു. രമാപതി മാമും എവിടെ സ്ഥലം? ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും. നമസ്കാരം. ഗുഡ് നൈറ്റ്.